നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. മോദി താങ്കളുടെ കേന്ദ്ര കാർഷിക ഭേദഗതി നിയമത്തിനെതിരെയാണ് രാജ്യവികാരം. ഇന്ത്യയുടെ തെക്കൻ കോണിലെ കേരളത്തിൻ്റെ പരിച്ഛേദം ഇതാ നിങ്ങളുടെ ബില്ലിനെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കുന്നു. നിങ്ങളുടെ നിയമത്തിനെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കുന്നു. കർഷകരുടെ കൂടെ നിന്ന കേരളത്തിന് താങ്കളുടെ പാർട്ടിയുടെ ഏക അംഗവും പിന്തുണ നൽകി. ഗവർണറെ ഉപയോഗിച്ച് ജനാധിപത്യ ധ്വംസനം നടത്താനുള്ള ശ്രമങ്ങളെയും നിയമസഭ ഭരണഘടനയിൽ അധിഷ്ഠിതമായി വിമർശിച്ചു. കേവലം കക്ഷി രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ ആരോപണ പ്രത്യാരോപണങ്ങളല്ല ഇന്ന് സഭയിൽ നടന്നത്. കർഷകൻ്റെയും മണ്ണിൽ പണിയെടുക്കുന്നവൻ്റെയും ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൻ്റെയും ആശങ്ക ഉയർത്തുന്ന പൊതുരാഷ്ട്രീയമാണ് നിയമനിർമ്മാണ സഭ സംവദിച്ചത്. അതിൽ കോർപ്പറേറ്റുകളെ അനുകൂലിക്കുന്ന കേന്ദ്രത്തോടുള്ള നയപരമായ വിയോജിപ്പ് കൂടി ഉള്ളടങ്ങുന്നു. നവോത്ഥാനം തിളച്ചുമറിഞ്ഞ കേരളത്തിൻ്റെ ഭൂമികയിൽ വേറിട്ടു നിൽക്കാൻ താങ്കളുടെ ആശയ വക്താവിന് പോലും ആകില്ല എന്നും ഇന്ന് തെളിഞ്ഞു. ഈ ഘട്ടത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ: കേരളത്തിൻ്റെ പ്രമേയം പ്രതിഷേധങ്ങളുടെ ആക്കം കൂട്ടുന്നതെങ്ങനെ? ഒ രാജഗോപാലിൻ്റെ നിലപാട് BJPക്ക് തിരിച്ചടിയും? ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ സംസ്ഥാന കൃഷിമന്ത്രി VS സുനിൽകുമാർ, കർഷക സമര നേതാവും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KK രാഗേഷ് MP, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് BRM ഷഫീർ, രാഷ്ട്രീയ നിരീക്ഷകൻ റജി ലൂക്കോസ് എന്നിവർ. ആദ്യം ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്കൊന്ന് പോകാം. കേന്ദ്ര കാർഷിക നിയമത്തിനെതിരെ പ്രമേയം പാസാക്കി കേരളം. നിയമസഭ പ്രമേയം പാസാക്കിയത് ഐക്യകണ്ഠേന. രാജ്യത്തിന്റെ പൊതുവികാരം മനസ്സിലാക്കി കർഷക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി. സംസ്ഥാനം ബദൽ നിയമസാധുത പരിശോധിക്കുമെന്നും പിണറായി. കർഷക നിയമത്തിനെതിരായ പ്രമേയത്തെ പിന്തുണച്ച് BJPയുടെ ഏകാംഗം ഒ രാജഗോപാലും. നിയമസഭയുടെ പൊതുവികാരത്തിനൊപ്പമെന്ന് ഒ രാജഗോപാൽ. BJPക്ക് തിരിച്ചടിയെന്ന് സീതാറാം യെച്ചൂരി. രാജ്യത്തെ ജനാധിപത്യം സമ്പന്നമാകാൻ കലാലയങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കണമെന്ന് മുഖ്യമന്ത്രി. SFIയുടെ 50ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം. പുതുവർഷത്തെ വരവേറ്റ് ലോകം. ന്യൂസിലൻഡിലെ ഓക്ലാൻഡിൽ 2021 ആദ്യം പിറന്നു. സംസ്ഥാനത്ത് നിയന്ത്രണാഘോഷങ്ങൾ രാത്രി 10 മണി വരെ മാത്രം. കാർഷിക നിയമങ്ങൾക്കെതിരായ നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരം കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് കൈവശപ്പെടുത്താനുള്ള അവസരം നൽകുന്നു. കർഷകർക്ക് ന്യായവില ഉറപ്പിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറുന്നു. കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേരളം നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചർച്ചയ്ക്കാദ്യമായി നമുക്ക് കേൾക്കാം. കർഷകരുടെ വിലപേശൽ ശേഷി മിക്കപ്പോഴും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ശക്തിക്ക് മുന്നിൽ വളരെ ദുർബലമാകും എന്നതാണ് ഇതിലുയരുന്ന ഗൗരവതരമായ പ്രശ്നം. കർഷകർക്ക് നിയമപരിരക്ഷ ലഭിക്കാനുള്ള വ്യവസ്ഥകൾ നിയമത്തിലില്ല എന്ന് മാത്രവുമല്ല, കോർപ്പറേറ്റുകളുമായി ഇതിനുവേണ്ടി നിയമയുദ്ധം നടത്താനുള്ള ശേഷിയും കർഷകർക്കില്ല. കാർഷിക ഉൽപ്പന്നങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സംഭരിച്ച് ന്യായവിലക്ക് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന സംവിധാനമാണ് നിലനിൽക്കേണ്ടത്. അതിനു പകരം കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരമാകെ കോർപ്പറേറ്റുകൾക്ക് കൈവശപ്പെടുത്താൻ അവസരം നൽകുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. രാജ്യത്തിൻ്റെ നട്ടെല്ലായ കർഷകർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ഈ 3 വിവാദ നിയമങ്ങളും റദ്ദാക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കേരള നിയമസഭ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. സർ, ഇവിടെ നിയമനിർമ്മാണത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നതിന് ശേഷം മാത്രമേ തീരുമാനിക്കാനാവൂ. പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതാണ് ഇന്ന് സഭയിൽ നടന്നതിൻ്റെ ആകത്തുക. ആദ്യം മന്ത്രി VS സുനിൽകുമാർ നമ്മോടൊപ്പമുണ്ട്. അതിലേക്ക് പോകുന്നു. ശ്രീ സുനിൽകുമാർ, കേൾക്കാമോ മിനിസ്റ്റർ? കേൾക്കുന്നുണ്ട്. അതായത് കേരളത്തിൻ്റെ പ്രമേയം ഒരുപക്ഷെ നേരത്തെ തന്നെ കേരളം ഇതിനോടുള്ള ഈ നിയമങ്ങളോടുള്ള എതിർപ്പറിയിച്ചതാണ്. നിയമപരമായി അതിന് കോടതിയെ സമീപിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു തുടർ രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. ഇത് ഏതൊക്കെ തരത്തിലാണ് രാജ്യത്തിന് മാതൃകയും സന്ദേശവുമാകുന്നത്? പഞ്ചാബും രാജസ്ഥാനും പോലെയുള്ള സംസ്ഥാനങ്ങൾ ഈ രീതിയിൽ പാലിച്ചിട്ടുണ്ടാകാം, എങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ 3 നിയമങ്ങളും മറ്റേത് സംസ്ഥാനത്തെക്കാളും കൂടുതൽ ബാധിക്കുന്നത് കേരളത്തെയാണ്. കേരളത്തിന്റെ ഒരു പ്രശ്നം കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് വാസ്തവത്തിൽ കർഷകരെക്കാൾ ആയിട്ട് ബാധിക്കുന്നത് ഇവിടുത്തെ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള 3.5 കോടി ജനങ്ങളെയാണ്. അപ്പോ കേരളത്തില് ഈ 3 നിയമങ്ങളും ബാധിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രമാത്രം ആഴത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇവിടെ 2003 കൊണ്ടുവന്നിട്ടുള്ള APMC മോഡൽ ആക്ട് നമ്മളന്ന് നടപ്പാക്കിയിട്ടില്ല. അതിന് കാരണം കേരളത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ APMC ആക്ട് നടപ്പാക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ സമീപനം. അത് ശരിയായിരുന്നു. പക്ഷെ അന്നുണ്ടായിരുന്ന ഒരു പ്രത്യേകത, APMC ആക്ട് നടപ്പാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം വന്ന കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു തന്നിരുന്നു. കേരളത്തിന് മാത്രമല്ല മറ്റു പല സ്റ്റേറ്റുകൾക്ക് അംഗീകരിച്ചു തന്നിരുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന ഒരു മാറ്റം ഭരണഘടനാപരമായി സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്ന വിഷയമാണെങ്കിൽ കൂടി സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നും കേൾക്കാതെ ഏകപക്ഷീയമായിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല പാർലമെന്റിൽ പാസാക്കി പാർലമെന്റിന്റെ സബ്ജക്ട് കമ്മിറ്റികൾ ഒന്നും തന്നെ കൊണ്ടുപോയി പരിശോധിക്കുക പോലും ചെയ്യാതെ കോവിഡ് കാലഘട്ടത്തില് വളരെ ധൃതി പിടിച്ചാണ് ഈ നിയമം ആദ്യം ഓർഡിനൻസ് ആയിട്ടും പിന്നീട് പാർലമെന്റിൽ പാസാക്കി എടുക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് താല്പര്യമുണ്ട്. അതിപ്പോ തുടങ്ങിയിട്ടുള്ള കാര്യം ശരിയാണ് മിനിസ്റ്റർ. അതായത് ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കാമെന്നേറ്റ BJP പ്രതിനിധികൾ പോലും ചർച്ചയിൽ നിന്ന് ഈ വിഷയം മനസ്സിലാക്കി അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം അവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ ഫലമായി ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിലും ഇന്ന് പോകണ്ട എന്നാണ് അവരുടെ തീരുമാനം, BJP പ്രതിനിധികളുടെ. അപ്പോഴാണ് ഇന്ന് സഭയിൽ രാജഗോപാൽ ഉയർത്തിയ വ്യതിരിക്തമായ നിലപാട്, BJPയിൽ നിന്ന് വ്യതിരിക്തമായ നിലപാട്, കേരളത്തിൻ്റെ താല്പര്യങ്ങളോട് ഒന്നിച്ചു നിൽക്കുന്ന നിലപാട്. ഇതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, രാജഗോപാല് നിയമസഭയിൽ അദ്ദേഹം യാദൃശികമായിട്ട് കൈയുയർത്തിയതാണോ എന്നൊരു തെറ്റിദ്ധാരണ ചിലപ്പോൾ ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന കാര്യം. അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ പൊതുവികാരത്തോടു കൂടി നിൽക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാൻ ചെയ്തു എന്നുള്ളതാണ്. വാസ്തവത്തിൽ അത് കേരളത്തിന്റെ പൊതുവികാരം മാത്രമല്ല, ഭാരതത്തിന്റെ പൊതുവികാരത്തിനൊപ്പം നിന്നുകൊണ്ട് BJPയുടെ ഒരു അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഈ കർഷക വിരുദ്ധ നയത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിഷേധം കൂടി അറിയിച്ചിരിക്കുകയാണ്. ഇന്നലെ വരെ NDAയുടെ ഘടകകക്ഷികൾ മാത്രമാണ് ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ BJPയുടെ ഒരു പ്രമുഖനായിട്ടുള്ള ദേശീയ നേതാവ് തന്നെ അദ്ദേഹത്തിന്റെ ജനാധിപത്യ വേദിയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാല് കാലിനടിയിലെ മണ്ണ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് BJP ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം. BJP ഗവൺമെന്റിന്റെ BJPയുടെ സ്വന്തം അണികളെ പോലോ അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പോലും ബോധ്യപ്പെടാത്ത ഒരു നിയമമാണ് ഇപ്പൊ കേന്ദ്രം പാസ്സാക്കിയിരിക്കുന്ന നിയമം. ഇതിന്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാവുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ ആസൂത്രിതമായിട്ട് നെയ്തെടുത്തിട്ടുള്ള ഒരു വലിയ വലയാണ്. ഈ വലയ്ക്കകത്ത് നമ്മളെല്ലാവരും കുടുങ്ങി പോകുന്ന തരത്തിലാണ് ഇത് നെയ്തെടുത്തിരിക്കുന്നത്. കാരണം ഇത് വളരെ നേരത്തെ നമുക്കെല്ലാവർക്കും അറിയാം, ഇറക്കുമതി കയറ്റുമതി നയത്തിൽ കൊണ്ടുവന്ന മാറ്റം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിരുന്നു. കാർഷിക വിഭവങ്ങൾ അവർക്ക് ഇഷ്ടം പോലെ അവരുടെ താല്പര്യം അനുസരിച്ച് കയറ്റുമതി ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നയം കൊണ്ടുവന്നു. ഇപ്പൊ റബ്ബർ പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിയാനിടയൊക്കെ സാഹചര്യം അതായിരുന്നു. അതിന്റെ മുന്നോടിയായിട്ട് 2003 ശേഷം തന്നെ കോൺട്രാക്ട് ഫാമിംഗ് പല സ്റ്റേറ്റുകൾ നടപ്പാക്കാൻ വേണ്ടി അവർ നിർബന്ധിച്ചു. പല സ്റ്റേറ്റുകൾ നടപ്പാക്കാൻ വേണ്ടി തുടങ്ങി. നേരത്തെ തന്നെ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൽ ഭാഗികമായിട്ട് മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ FT ഗോഡൌണുകളിൽ ഭാഗികമായിട്ട് ആദ്യം ഇത് സ്വകാര്യവൽക്കരിച്ചു. അതിനു മുമ്പ് നമ്മുടെ റീറ്റെയിൽ മേഖലയിലേക്ക്, ഹോൾസെയിൽ മേഖലയിലേക്കും ഇതേ കോർപ്പറേറ്റുകൾ കടന്നു വരാൻ ഉതകുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തി. അപ്പോൾ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം തന്നെ അവരെ പ്രതിഷ്ഠിച്ച ശേഷം അതിന്റെ അന്തിമഘട്ടം എന്ന നിലയിൽ ഉൽപാദന മേഖലയിലേക്ക് കൂടി കോർപ്പറേറ്റുകൾ കടന്നു വരാൻ അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്.
അത് ശരിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഭേദഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ നട്ടല് തകർക്കുന്ന ഭേദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ശ്രീ മിനിസ്റ്റർ ഒരു കാര്യം കൂടി താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചു, ഒ രാജഗോപാലിന്റെ ആ നിലപാട്, കേരളത്തോടൊപ്പം തന്നെ നിലപാട് നിങ്ങളുടെ സർക്കാർ വളരെ ശ്ലാഘനീയമായി തന്നെ കാണുന്നു, പ്രശംസനീയമാണെന്ന് താങ്കൾ സൂചിപ്പിക്കുന്നു. ഒപ്പം ഈ ഒ രാജഗോപാലിൻ്റെ നിലപാട് വളരെ ഗൗരവതരമായി തന്നെ, അതായത് ഇത് കേവലം യാദൃശ്ചികമല്ല, ഇത് ഗൗരവപരമായി തന്നെ BJP പരിശോധിക്കേണ്ടതാണ് എന്നുള്ളത് കൂടി ഒ രാജഗോപാൽ നൽകുന്നു സന്ദേശമായി എന്നും കാണുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് BJPയുടെ കേന്ദ്ര നേതൃത്വം ഇത് വളരെ ഞെട്ടലോടും കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഒ രാജഗോപാല് അവിടെ വന്നിരുന്ന് എന്തെങ്കിലും എന്തെങ്കിലും കൈവക്കി മിണ്ടാതെ പോകല്ല ചെയ്തത്. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഞാൻ എന്റെ അഭിപ്രായം അവിടെ പറഞ്ഞെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തോടൊപ്പം നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത് യാദൃശ്ചികമല്ല എന്ന് അദ്ദേഹം വളരെ ഖണ്ഡിതമായി പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ക്ലാരിറ്റി വന്നിരിക്കുകയാണ്. ഒരു കൺഫ്യൂഷന്റെ പ്രശ്നം അവിടെ ഇല്ല. BJPയുടെ രാഷ്ട്രീയ നയം തെറ്റാണെന്ന് BJPയുടെ തന്നെ ഒരു ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ BJPക്ക് ആകെയുള്ള ഒരു MLA ആണ് ഒ രാജഗോപാലൻ. അപ്പോ ഇതുപോലെ ഒരു സന്ദർഭത്തില് ഒരാളുള്ളെങ്കിൽ പോലും BJPയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയം അതിശക്തമായിട്ട് അവതരിപ്പിച്ച് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണല്ലോ ഒ രാജഗോപാലൻ. ആ എണ്ണത്തിന്റെ പ്രശ്നം മാത്രമല്ല, നിലപാടാണുള്ള പ്രശ്നം. അപ്പോ കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നിയമം കൊണ്ടുവന്ന് ഈ നിയമം രാജ്യത്തെ കൃഷിക്കാർ മുഴുവൻ രക്ഷിക്കാനാണെന്നും അതിനെതിരായി നിൽക്കുന്നവരെല്ലാം തന്നെ കോർപ്പറേറ്റുകളുടെ ഭാഗമായി നിൽക്കുന്നവരാണെന്നും പറയുന്ന BJPയുടെ തന്നെ നേതാവ് നിയമസഭയിൽ കോർപ്പറേറ്റുകൾക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോ ഇത് BJPയുടെ രാഷ്ട്രീയ കാപട്യത്തിന് കിട്ടിയിരിക്കുന്ന ഒരു വലിയ തിരിച്ചടിയായിട്ട് ഇത് കാണാൻ പറ്റുള്ളൂ. ഇത് ഇടതുപക്ഷ പാർട്ടികളും ഇവിടുത്തെ കർഷകർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ന്യായമാണെന്നുള്ള കാര്യത്തിൽ അതാണ് BJPക്കുള്ള രാഷ്ട്രീയ പ്രഹരം തന്നെയാണ് ആ അർത്ഥത്തിൽ ഒ രാജഗോപാലിന്റെ ഭാഗത്തുണ്ടായത്. ഒ രാജഗോപാലിന് ആ നിലപാടെ ശ്ലാഘിക്കുന്നു എന്നും മിനിസ്റ്റർ പറയുന്നു. ഒരു കാര്യം കൂടി മിനിസ്റ്ററിൽ നിന്ന് ആരാഞ്ഞ ശേഷം ഞാൻ താങ്കളെ വിടാം. അതായത് ഗവർണറോടുള്ള വിമർശനം, അതായത് ഭരണഘടനാ സ്ഥാപനമായ ഗവർണറോട് ഭരണഘടനാധിഷ്ഠിതമായ കാര്യങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇന്ന് സഭ വിമർശനം ഉന്നയിച്ചത്. അല്ല, നമ്മളൊരിക്കലും ഗവർണറുമായിട്ട് ഏറ്റുമുട്ടലിനോ അല്ലെങ്കിൽ ഗവർണറുമായിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നത് ഏറ്റുമുട്ടലല്ല. നമ്മൾ ഭരണഘടനാപരമായിട്ട് രണ്ട് സ്ഥാപനങ്ങളാണ്, ഗവർണറും ഗവൺമെന്റും. അപ്പൊ ഗവർണറും ജസ്റ്റിസും തമ്മിലുള്ള ബന്ധം ഭരണഘടനാപരമായ ബന്ധമാണ്. ആ ബന്ധം വളരെ ഊഷ്മളമായി നിലനിർത്തുക എന്നുള്ളതും ഭരണഘടനയുടെ അന്തസ്സിന് ചേർന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അന്തസ്സ് ചോർത്തിക്കളയാതെ തന്നെ, ആ അന്തസ്സിന് ഒരു ഊനവും തട്ടാതെ തന്നെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുമ്പോഴാണല്ലോ നമ്മുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റും. അദ്ദേഹം പറഞ്ഞു, അവിടെ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു ക്രിസ്മസ് കേക്കുമായിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ ഞങ്ങൾ വടിവാളം കൊണ്ടുപോകണം, ഗവൺമെന്റിന്റെ അഭിപ്രായം പറയാൻ വേണ്ടി ഞങ്ങൾ ഏറ്റവും കൊളൈറ്റായി ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അദ്ദേഹത്തിന് വളരെ നല്ല ഒരു അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ പറയുകയും അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉത്തരവാദിത്വം. കോൺഗ്രസ്സുകാർ എന്താണ് പ്രതീക്ഷിച്ചത്? ഞങ്ങൾ ഇവിടെ നിന്ന് കുറെ ആളുകളെ വിളിച്ചു കൂട്ടി അവിടെ ബഹളം വെക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് എനിക്ക് മനസ്സിലായെന്ന് മാത്രം കാര്യമാണ്. ജനാധിപത്യത്തിൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ജനാധിപത്യ സംവിധാനങ്ങൾ പരസ്പര ബഹുമാനവും പരസ്പര പൂരകങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ തമ്മിൽ വളരെ തരത്തിലുള്ള നല്ല ബന്ധത്തോടു കൂടി തന്നെയുള്ള പരസ്പര ബഹുമാനത്തോടു കൂടി അന്തസ്സിന് കോട്ടം തട്ടാതെ പരസ്പരം പറയേണ്ട കാര്യങ്ങൾ യാതൊരു ഭയവും ഇല്ലാതെ ഭയരഹിതമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നുള്ളതാണ്. അതിന് തർക്കം ഏറ്റുമുട്ടൽ എന്ന് പറയേണ്ട ഘട്ടം വന്നിട്ടില്ല. അങ്ങനെ ഏറ്റുമുട്ടൽ ഞങ്ങൾ പോയിട്ടില്ല, അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ഞങ്ങൾ എല്ലാ ഓപ്ഷൻസും നോക്കണല്ലോ. അപ്പൊ അതിനെ പോലും കോൺഗ്രസ് ഇടതുപക്ഷത്തിനെതിരായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അത് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് വലിയ ക്ലാരിഫിക്കേഷൻ ആവശ്യമില്ല. ജനങ്ങൾക്കത് മാന്യമായിട്ടുള്ള ഒരു ഇടപെടലിനെ പറ്റി ജനങ്ങളുടെ അംഗീകാരം ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ താങ്ക് യു മിനിസ്റ്റർ ഞങ്ങളോട് സഹകരിച്ചതിന്. ഈ കോൺഗ്രസിനെതിരായി അദ്ദേഹം ഉയർത്തിയ വിമർശനങ്ങൾക്കടക്കം കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് BRM ഷഫീറിലേക്ക് പോകാം. ആദ്യം ചർച്ചയിലേക്ക് KK രാഗേഷ്. ശ്രീ KK രാഗേഷ്, അതായത് കർഷകർ അസ്ഥി കോച്ചുന്ന തണുപ്പത്ത് ഒരു മാസത്തിലധികമായി സമരത്തിലാണ്. അതിൻ്റെ ഭാഗവാക്കായി താങ്കളെയും ഞങ്ങൾ നിരന്തരം അവിടെ കാണുന്നുണ്ടായിരുന്നു, അതിന് നേതൃത്വം നൽകുന്ന നിലയിൽ കൂടി. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ പ്രമേയം, നിങ്ങളൊക്കെ നടത്തുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് ഏതർത്ഥത്തിലാണ് ആക്കം കൂട്ടുക? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ഇന്ന് അംഗീകരിച്ചിട്ടുള്ള, നിയമസഭ ഇന്ന് അംഗീകരിച്ചിട്ടുള്ള പ്രമേയം
ഡൽഹിയിലും രാജ്യത്താകെ നടന്നുകൊണ്ടിരിക്കുന്ന കർഷക പോരാട്ടങ്ങൾക്ക് ഊർജം പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃഷി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സംസ്ഥാന പട്ടികയിലുള്ളതാണ്. ആ സംസ്ഥാന പട്ടികയിലുള്ള കൃഷിയുടെ മേലെ, കാർഷിക മേഖലയുടെ മേലെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കേൾക്കാതെ, അതുപോലെ തന്നെ പാർലമെൻറ്റിൽ പോലും മര്യാദയ്ക്ക് ചർച്ച ചെയ്യാതെ, പാർലമെൻ്ററി നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ, പാർലമെൻ്ററി സംവിധാനത്തെ നോക്കുകുത്തിയാക്കി ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ നിയമം പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു സംസ്ഥാന ഗവൺമെൻറ് കൂടി ശക്തമായി, തീർച്ചയായും ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാകും, മറ്റുള്ള സംസ്ഥാനങ്ങളും ഈ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ശക്തമായി രംഗത്ത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുക. രാജ്യത്താകെ അത് പൊരുതുന്ന കർഷക വിഭാഗങ്ങൾക്ക് വലിയ ഊർജം പകരുന്ന ഒന്നായിട്ട് അത് മാറുകയാണ്. ഇപ്പം നരേന്ദ്രമോദിയും കൂട്ടരും യഥാർത്ഥത്തിൽ കോർപ്പറേറ്റുകളോട് പറഞ്ഞിട്ടുള്ള വാക്ക്, അവർക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം, അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി കഴിയാത്തത് കൊണ്ടാണ് ഇത്രയും ശക്തമായിട്ടുള്ള പ്രക്ഷോഭ സമരം ഉയർന്നു വന്നിട്ട് കൂടി ഈ കരിനിയമങ്ങൾ പിൻവലിക്കാൻ വേണ്ടി തയ്യാറാവാത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാജ്യത്തെ കർഷകർ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം നടത്തുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഈ നിയമം നിങ്ങൾക്ക് വേണ്ടിയാണ്, കർഷകർക്ക് വേണ്ടിയാണ്. പക്ഷേ കർഷകർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ നിയമം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിയമം എന്തിനാണ് ഞങ്ങളുടെ മേലെ, ഞങ്ങളുടെ പെടലിക്ക് എന്തിന് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഞങ്ങൾക്ക് ഈ നിയമം ആവശ്യമില്ല എന്ന് കർഷകർ പറയുമ്പോഴും എന്തിനാണ് നരേന്ദ്രമോദിയും കൂട്ടരും ഇങ്ങനെ ഈ നിയമം നടപ്പിലാക്കിയേ തീരുവെന്ന വാശിയിൽ നിൽക്കുന്നത്? അതിൻ്റെ കാരണം മറ്റൊന്നല്ല, നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നതിന് മുമ്പ്, ഓർഡിനൻസ് ഇറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഗോഡൗൺ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അദാനി ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നൂറുകണക്കിന് ഗോഡൗണുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അദാനിക്ക് ഇത് അറിഞ്ഞത്? ഇങ്ങനെ ഇഷ്ടം പോലെ സംഭരണ പരിധിയില്ലാതെ, എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഭേദഗതി ചെയ്താൽ മാത്രമേ അത് സാധിക്കുള്ളൂ. സംഭരണ പരിധിയില്ലാതെ ഇഷ്ടം പോലെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങി സംഭരിക്കാനുള്ള അവസരം ലഭിക്കാൻ വേണ്ടി പോകുന്നു എന്ന് എങ്ങനെയാണ് രാജ്യത്തെ കോർപ്പറേറ്റുകൾ, അദാനിമാർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? മുൻകൂട്ടി മനസ്സിലാക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിരവധി ഗോഡൗണുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ അദാനി കുറേ കാശ് മുതൽ മുടക്കിയിട്ടുണ്ട്. ആ മുതൽ മുടക്കിയതിൻ്റെ സമ്മർദ്ദത്തിലാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്. അതുകൊണ്ടാണ് കർഷകർ ഞങ്ങൾക്ക് ഈ നിയമം വേണ്ട എന്ന് പറഞ്ഞിട്ട്, എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് കേൾക്കാതെ, ചെവി കൊടുക്കാതെ ഈ നിയമം നടപ്പിലാക്കുമെന്നുള്ള വാശിയുമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് സേവ മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത്. എന്തു തന്നെയാലും ഒരു കാര്യം ഉറപ്പാണ്, എത്ര തന്നെ സമ്മർദ്ദമുണ്ടായാലും, എങ്ങനെയൊക്കെ ഇതിനെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചാലും, എന്തൊക്കെ കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കർഷക സമരത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും അതിൻ്റെ മുന്നിലൊന്നും വിധേയപ്പെടാതെ ശക്തമായി തന്നെ ഈ പ്രക്ഷോഭ സമരം മുന്നോട്ടേക്ക് പോകുമെന്ന് വളരെ ഉത്തരവാദിത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നിയമങ്ങൾ, കരിനിയമങ്ങൾ പിൻവലിക്കാതെ പിൻവലിക്കുന്ന പ്രശ്നമില്ല, അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ഈ ചർച്ചകളൊക്കെ പരാജയമാവുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചയിൽ നേരിയ പുരോഗതി ഉണ്ടാകുന്നു. ഒരുപക്ഷെ രാജ്യത്തിൻ്റെ കേരളം പ്രമേയം പാസ്സാക്കുന്നത് നിങ്ങൾ ഊർജ്ജമായി കണക്കാക്കുന്നു. അതൊരു മാതൃകയായി രാജ്യത്ത് രൂപം കൊള്ളും. പ്രധാനമന്ത്രി പോലും ഈ കൊച്ചു കേരളത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എടുത്ത് ഉന്നയിച്ച് വിമർശിക്കുകയും ഇവിടെ മണ്ടികളില്ല എന്ന വിമർശനമടക്കം മുന്നോട്ട് വെക്കുകയും ചെയ്ത സാഹചര്യം കേരളത്തിൻ്റെയും കേരളം ഉയർത്തുന്ന ഇടത് രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ വിജയമായിട്ടാണ് പൊതുവെ വിവക്ഷിച്ചത്. ഒരുപക്ഷെ അതിന് ഊർജം പകരും എന്നത് ശരിയായിരിക്കാം. പക്ഷേ കേന്ദ്ര സർക്കാർ ഒരു പരിഷ്കരണത്തിലേക്ക് പോകുന്നു കാർഷികവുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ ചർച്ചകൾക്ക് ഞങ്ങൾ എതിരല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം ഏറ്റവും ഒടുവിൽ നടന്ന കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ രൂപം കൊള്ളുകയും ചെയ്തു. അതായത് ഈ സമരം വിജയത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നു എന്ന് കാണാനാകുമോ ഈ ഘട്ടത്തിൽ? അല്ല, അതിൽ ഒരു കാര്യം ശരിയാണ്, താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രധാനമന്ത്രി അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പരിശ്രമം കേരളത്തെ ആക്രമിച്ചുകൊണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ മണ്ഡി സമിതികളില്ലാത്തതെന്നാണ് പ്രധാനമന്ത്രി ചോദിക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോ വേണ്ടി ബോധപൂർവം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. എന്താണ് കേരളത്തിൻ്റെ കാർഷിക മേഖല?
കേരളത്തിലെ കാർഷിക മേഖല എന്ന് പറയുന്നത് 80% നാണ്യവിളകളാണ്. നാണ്യവിളകളുടെ വില എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്? നേരത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റും ഇപ്പോൾ BJP ഗവൺമെൻറ്റും നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന നയത്തിൻ്റെ ഫലമായി അന്താരാഷ്ട്ര കമ്പോളത്തിലെ വില നിലവാരത്തിനനുസൃതമായിട്ടാണ് നാണ്യവിളകളുടെ വില നിശ്ചയിക്കപ്പെടുന്നത്. ഇപ്പോൾ റബ്ബറിൻ്റെ വില നിശ്ചയിക്കുന്നത് മണ്ഡി സമിതികളിൽ ലേലം വിളിച്ചിട്ടാണോ റബ്ബറിൻ്റെ വില നിശ്ചയിക്കുക? അങ്ങനെ ലേലം വിളിക്കാൻ വേണ്ടി സാധിക്കുമോ റബ്ബറിൻ്റെ വില? ഈ ബാങ്കോക്ക് മാർക്കറ്റിൽ അന്താരാഷ്ട്ര കമ്പോളത്തിൽ എത്രയാണോ റബ്ബറിൻ്റെ വില, ആ വിലയാണ് റബ്ബറിന് ഇവിടെ കിട്ടുക എന്ന് ആർക്കറിയാത്തത്? പക്ഷേ അങ്ങനെ വരുമ്പോഴും 150 രൂപ യിൽ ചോട വരുന്ന സമയത്ത് ഇൻസെൻറ്റീവ് നൽകുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട്. ഇപ്പോൾ കശുവണ്ടിക്ക് വില കുറയുന്ന സമയത്ത് അത് സംഭരിച്ച് 90 രൂപക്കാണ് ഈ കോവിഡ് കാലത്ത് ഗവൺമെൻറ് കശുവണ്ടി സംഭരിച്ചത്. ഉയർന്ന വില നൽകി സംഭരിക്കുന്ന സംവിധാനം ഈ കേരളത്തിൽ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ തേങ്ങയുടെ വില കുറയുന്ന സമയത്ത് അത് സംഭരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി വില ഉറപ്പുവരുന്നു. ഇവിടെയുള്ള പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നെല്ലിൻ്റെ താങ്ങുവില കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച എത്രയാ? 1868 രൂപയാണ് താങ്ങുവില പ്രഖ്യാപിക്കുന്നത്. കേരളത്തിൽ താങ്ങുവില പ്രഖ്യാപിക്കുക മാത്രമല്ല, നൽകുന്നത് 2748 രൂപയാണ്. എന്ന് പറയാൻ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നതിനേക്കാൾ 880 രൂപ ഒരു കിൻഡലിൻ്റെ മേലെ താങ്ങുവില അധികം പ്രഖ്യാപിക്കുകയും നൽകുകയും സംഭരിക്കുകയും ചെയ്യുന്ന സർക്കാരാണ് കേരളത്തിലെ ഗവൺമെൻറ്. എന്നാൽ രാജ്യത്താകെയുള്ള ചിത്രം എന്താ? രാജ്യത്താകെ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നെല്ല് മുഴുവൻ സംഭരിക്കപ്പെടുന്നുവെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. FCIയുടെ സംഭരണ സംവിധാനം എല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ല. അതിൽ തന്നെ ചില സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായുള്ളത്. ആകെയുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ ഏതാണ്ട് ഒരു 30% ചോട മാത്രമേ സംഭരിക്കപ്പെടുന്നുള്ളൂ. മഹാഭൂരിപക്ഷവും സംഭരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കർഷകർക്ക് താങ്ങുവില ലഭിക്കുന്നത്, ഇപ്പോൾ ഗുജറാത്തിലെ കർഷകർ 83% ഗുജറാത്തിലെ കർഷകർ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വെബ് പോർട്ടലിൽ പരിശോധിച്ചാൽ അതിൽ കിട്ടുന്ന കണക്കാണ് ഞാൻ വായിക്കുന്നത്. ഗുജറാത്തിലെ കർഷകർ 83% കർഷകർക്ക് താങ്ങുവിലയിൽ ചോടെ ആണ് അവർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. കർണാടകയിൽ 63% കർഷകരും താങ്ങുവിലയിൽ ചോടെ വില നൽകിയിട്ടാണ് വിൽക്കുന്നത്. തെലുങ്കാനയിൽ 60% കർഷകരും ഇങ്ങനെ താങ്ങുവിലയിൽ ചോട വില നൽകിയിട്ടാണ് വിൽക്കുന്നത്. അവർ വിൽക്കുന്ന വിലയാവട്ടെ പരമാവധി അവർക്ക് കിട്ടുന്നത് 1150 രൂപ മാത്രമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്കാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷത്തിനും ഇവിടെ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടും ആ താങ്ങുവില ഉറപ്പുവരുത്താത്ത കേന്ദ്ര സർക്കാർ FCI അവിടെ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ താങ്ങുവില തന്നെ 850 രൂപ കൂടുതൽ പ്രഖ്യാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭരിക്കുകയും ചെയ്യുന്ന കേരളത്തെയാണോ പ്രധാനമന്ത്രി താരതമ്യം ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ കർഷകർ ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ്. അബദ്ധമാണ്. കർഷകർ ആ സ്വാതന്ത്ര്യം ഇപ്പം തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, താങ്ങുവിലയില്ലാതെ നേരിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. കർഷകർ നേരിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കുറഞ്ഞ വില ലഭിക്കുന്നത്. FCIയിൽ പോയിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സമയത്ത് അവർക്ക് താങ്ങുവിലയെങ്കിലും കിട്ടുന്നു. അതുപോലെ തന്നെ മണ്ഡി സമിതികളിൽ പോയി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ബെഞ്ച് മാർക്ക് പ്രൈസ് നിശ്ചയിച്ച് ലേലം വിളിക്കുന്നതുകൊണ്ട് താരതമ്യേന മെച്ചപ്പെട്ട വില ലഭിക്കുന്നു. എന്നാൽ നേരിട്ട് വിൽക്കുമ്പോഴാണ് കർഷകർക്ക് ഏറ്റവും വില കുറഞ്ഞു ലഭിക്കുന്നത്. അതുകൊണ്ടാണ് കർഷകർ പറയുന്നത് ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം വേണ്ട. പക്ഷേ പ്രധാനമന്ത്രി പറയുന്നത് എന്താ? ഈ സ്വാതന്ത്ര്യം നിങ്ങൾ എടുത്തേ പറ്റൂ. എന്തുകൊണ്ടാണ്? കോർപ്പറേറ്റുകൾക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട്. ശരി, കെ രാഗേഷ് സൂചിപ്പിച്ചു വന്നത് എന്തോ സാങ്കേതിക തടസ്സം പിണഞ്ഞെന്ന് തോന്നുന്നു. കെ രാഗേഷ് സൂചിപ്പിച്ചു വന്നത് വിജു കൃഷ്ണനും താങ്കളും ഒക്കെ പറഞ്ഞതുപോലെ കേരളത്തെക്കുറിച്ചും കേരളത്തിൻ്റെ കാർഷിക രംഗത്തെക്കുറിച്ചും ഒരു ചുക്കും അറിയാത്തത് കൊണ്ടാണ് പ്രധാനമന്ത്രി അത്തരത്തിൽ വിമർശിച്ചത്. നാണ്യ വിളകളാണ് കേരളത്തിലുള്ള കാർഷിക വൃത്തി എന്നത്, അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, അതിൻ്റെ കൂടുതൽ ഇൻഫോർമേറ്റീവായ കുറേ വശങ്ങൾ കൂടിയാണ് താങ്കൾ വിശദീകരിച്ചത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് BRM ഷഫീറിലേക്ക്. BRM ഷഫീർ, അതായത് രാജഗോപാൽ എന്ന BJPയുടെ ഏക അംഗത്തിന് പോലും കേരളം മുമ്പോട്ട് വെക്കുന്ന ഈ പ്രമേയത്തെ അവരുടെ രാഷ്ട്രീയ നയത്തിനെതിരായിട്ട് പോലും അംഗീകരിക്കേണ്ടി വരുന്നു സാഹചര്യം 1. 2, കേരളം ഇതാ ബദൽ നിയമത്തിൻ്റെ സാധുതകൾ പരിശോധിക്കുന്നതിലേക്ക് നീങ്ങുന്നു. നിയമ നടപടികളിലേക്ക് ആദ്യം പോകുന്നു. നിയമനിർമ്മാണ സഭ പ്രമേയം പാസ്സാക്കുന്നു. യഥാർത്ഥത്തിൽ ഗവർണറോട് ഉള്ള വിമർശനമടക്കം, ഭരണഘടനാപരമായ വിമർശനമടക്കം ഇന്ന് സഭയിൽ ഉന്നയിക്കുന്നത് നാം കണ്ടു. ഈ അർത്ഥത്തിലൊക്കെ കേരളം അതിൻ്റെ മാതൃകാപരമായ പടികളാണ് ചവിട്ടുന്നത്. അത് മാതൃകയാണ് അല്ലേ ഷഫീർ? അല്ല, ഇതിനകത്ത് ഞങ്ങൾ ബദൽ പ്രമേയം അവതരിപ്പിക്കപ്പെടുന്ന നിയമസഭയുടെ ഈ പ്രമേയത്തിൽ
കോൺഗ്രസ് ഉൾപ്പെടുന്ന ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരുമിച്ച് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിനെതിരായി അണിനിരന്നിട്ടുണ്ടെന്നുള്ള കാര്യം കേരളത്തിന് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇവിടെ ഇപ്പോൾ രാജഗോപാൽ ബഹുമാനായ മുതിർന്ന അംഗമാണ്. അദ്ദേഹം നേമത്തെ MLA ആണ്. BJPയുടെ ഏക MLA ആണ്. BJPയുടെ ഏക MLAക്ക് പോലും ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ കാർഷിക നിയമങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ പോലും ബോധ്യപ്പെടുത്താൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ BJP നേരിടുന്ന പ്രതിസന്ധി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. എല്ലാ സ്ഥലത്തും BJP ഇത് കോർപ്പറേറ്റുകൾക്കും അദാനിക്കും അംബാനിക്കും വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച സ്ഥലങ്ങളിലെല്ലാം സാധാരണക്കാരായ കർഷകരും പാവങ്ങളും തൊഴിലാളികളുമെല്ലാം ഈ ഗവൺമെൻറ് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായി അതിശക്തമായ പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ്. അതിൻ്റെ ബഹിസ്ഫുരണങ്ങളാണ് ഇപ്പോൾ രാജഗോപാലിലൂടെ കണ്ടത്. ഈ ചർച്ച രാജഗോപാൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അദ്ദേഹം പിന്നീട് മാറ്റിപ്പറഞ്ഞു എന്നാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായത്. താങ്കളെടുത്ത നിലപാട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ആർജവമുള്ള നിലപാടായി കേരളത്തിൻ്റെ തങ്കലിപികളിൽ എഴുതപ്പെടണമെങ്കിൽ താങ്കൾ നരേന്ദ്രമോദി സർക്കാരിനെതിരായി താങ്കൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് നിന്നുവെങ്കിൽ, താങ്കൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ താങ്കൾ BJP വിട്ട് പുറത്തിറങ്ങണം. താങ്കൾ BJP വിട്ട് പുറത്തിറങ്ങി ഈ നിയമത്തിനെതിരായി പരസ്യമായ നിലപാടെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 1. 2, ഇവിടെ ഇപ്പോൾ BJPക്ക് ഇദ്ദേഹത്തെ മാത്രമല്ല, സീനിയർ നേതാവായ രാജഗോപാലിനെ മാത്രമല്ല ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്. 35 കൊല്ലത്തിലേറെയായി BJP ഒരു മുന്നണി ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഉണ്ടായിരുന്ന ഘടകകക്ഷിയാണ് ശിരോമണി അകാലിദൾ. പഞ്ചാബിലെ പ്രകാശ് സിംഗ് ബാദലിൻ്റെ പാർട്ടി, സുഖ്ബീർ സിംഗ് ബാദലിൻ്റെ പാർട്ടിയാണ് പഞ്ചാബിലെ അകാലിദൾ. പഞ്ചാബിലെ അകാലിദൾ ഈ കാരണം പറഞ്ഞുകൊണ്ട് അവർ രാജിവെച്ച് പുറത്തുപോയി. പ്രകാശ് സിംഗ് ബാദലിൻ്റെ മരുമകൾ അഥവാ മകൻ്റെ ഭാര്യ ഹർസിമ്രത്ത് കൗർ ഈ മന്ത്രിസഭയിൽ നിന്നും, ഈ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് പുറത്തുപോയി. നിങ്ങൾക്കറിയാം, ഉത്തർപ്രദേശിൽ അവരുടെ ഘടകകക്ഷിയാണ് പിന്നെ നമ്മുടെ ഉത്തർപ്രദേശിൽ അവരുടെ ഘടകകക്ഷിയാണ് ലോക് താന്ത്രിക് പാർട്ടി. ലോക് താന്ത്രിക് പാർട്ടി ഹനുമാൻ ബെനിവാൾ NDA വിട്ടു. ഉത്തർപ്രദേശിലതല്ല, NDAയുടെ ഒരു പാർട്ടി മുന്നണി വിട്ടു. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം രാജസ്ഥാനിലും അതിനുശേഷം ഹരിയാനയിൽ, ഇന്നലെ കർണാടകയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ, അതിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് ആണ്, മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം BJP ആണ്. അവിടങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗ്രാമങ്ങളിൽ നടന്നപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥികൾ അമ്പെ പരാജയപ്പെടുന്ന ചിത്രവും നമ്മൾ കാണുകയാണ്. ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്നത്, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരോട് ഞങ്ങൾ ഉന്നയിക്കുന്നത്, രാജസ്ഥാൻ്റെയും പഞ്ചാബിൻ്റെയും മാതൃക നിങ്ങൾ പിന്തുടരണമെന്നാണ്. ഞങ്ങൾ പഞ്ചാബിൻ്റെ മാതൃകയിൽ 3 നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കി. 3 നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആദ്യം അവിടുത്തെ ഗവർണർ എതിർത്തു. ഗവർണർ VP സിംഗ് ബദ്നോർ ആദ്യം അതിനെ എതിർത്തു. ഞങ്ങളത് ബോധ്യപ്പെടുത്തിയപ്പോൾ 3 നിയമങ്ങളും പാസ്സാക്കിയിരിക്കുകയാണ്. ആർട്ടിക്കിൾ 208 പ്രകാരമാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണ അല്ല, ഞാൻ നിയമത്തിലേക്ക് കടക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് പഞ്ചാബിൽ ഞങ്ങൾ ബദൽ നിയമം ഉണ്ടാക്കുന്നു, രാജസ്ഥാനിൽ ഞങ്ങൾ ബദൽ നിയമം ഉണ്ടാക്കി കഴിഞ്ഞു, കേരളത്തിലും ബദൽ നിയമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ ഈ ചർച്ചയുടെ ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി ഈ ഒരു ഇപ്പോൾ ഷഫീർ രാജഗോപാലിനെ പോലും ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്ന, അല്ലെങ്കിൽ BJP വിടണമെന്ന് പറയുന്ന തരത്തിലേക്കുള്ള കർഷകരോടുള്ള, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളെയും, രാജസ്ഥാൻ ആയിക്കോട്ടെ പഞ്ചാബ് ആയിക്കോട്ടെ, മാതൃക സ്വീകരിക്കണമെന്ന് പറയുന്ന ആ ഒരു പഞ്ച്, ആ ഒരു പൊളിറ്റിക്കൽ സ്പിരിറ്റ്, ഇന്ന് അത് രാജഗോപാൽ സൂചിപ്പിച്ചു, ആ പൊളിറ്റിക്കൽ സ്പിരിറ്റാണ് എന്നെ. പക്ഷേ ആ പൊളിറ്റിക്കൽ സ്പിരിറ്റ് രാഹുൽ ഗാന്ധി അടങ്ങുന്ന നിങ്ങളുടെ നേതൃത്വത്തിന് കണ്ടില്ല എന്നൊരു വിമർശനമുണ്ട്. കാരണം അവർ 1 മാസം പിന്നിടുന്ന വേളയിൽ രാജ്യം മുഴുവൻ സമ്മർദ്ദത്തിലാകുന്ന ഒരു ഘട്ടത്തിൽ ആണ് അവർ ആ സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടേക്ക് എത്തുന്നത്. ഇതൊക്കെ ചില വിമർശനങ്ങളായി ഉണ്ട്. ഷഫീർ, ഞാനതിന് മറുപടി പറയാം. ഒന്ന്, നിങ്ങൾ പറഞ്ഞ ഒരു ആരോപണം, രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വന്നില്ല എന്നാണ്. നിങ്ങൾക്കറിയോ, രാഹുൽ ഗാന്ധി അവിടെ വന്നാൽ അതിൻ്റെ ഗുണം BJPക്ക് കിട്ടാൻ പോകരുത്. അല്ലെങ്കിൽ ഇത് കോൺഗ്രസ് ആണ് ഈ സമരത്തിൻ്റെ പിറകിൽ, കോൺഗ്രസും അല്ലെങ്കിൽ ഇടതുപക്ഷവും കൂടിയാണ് ഇത്, ഇടതുപക്ഷവും തീവ്രവാദ പാർട്ടികളും കൂടിയിട്ടാണ് ഈ സമരം ഡൽഹിയിൽ നടത്തുന്നത് എന്ന് പറഞ്ഞ് RSS കേന്ദ്രങ്ങളിൽ അത് ചലനമുണ്ടാക്കാൻ ഒരു തരത്തിലും സമ്മതിക്കരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയോട് ഉൾപ്പെടെയുള്ള ആളുകളോട് കർഷക സംഘടന നേതാക്കന്മാരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നില്ല, ഞാനിപ്പോൾ അവിടെ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പോകാതിരുന്നിട്ടില്ല. അങ്ങനെയാണ് ഇടത് തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്യുമെന്നുള്ള ഭയം രാഹുൽ ഗാന്ധി വന്നാൽ. രാഹുൽ ഗാന്ധിക്ക് ഭയം എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ BJP, നിങ്ങൾക്കറിയാം, ഇവിടെ ഷഹീൻ ബാഗിൽ പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് സമരം നടന്നു.
ആ പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് മതേതരത്വ പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അതിന് ഏതെല്ലാം കോൺടസ്റ്റിലൂടെയാണ് അമിത്ഷാ കൊണ്ടുപോയതെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ ഒരു ദേശം ഭരിക്കേണ്ട, ദേശം ഭരിച്ചിരുന്ന, ദേശം ഭരിക്കാനുള്ളവരാണ് ഇത്തരം ചില പൊടിപ്പും തൊങ്ങലിന്റെയും ആശങ്കകളിൽ ഇങ്ങനെ വീണ് ഉഴലുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും. അതെ, ഒരു കാര്യം നിങ്ങൾ കേൾക്കൂ. അവിടെ അതിനൊരു പൊളിറ്റിക്കൽ വൽക്കരിക്കരുത് എന്നുള്ളത് നാടിൻ്റെ അഭ്യർത്ഥനയാണ്, കർഷക സംഘടനകളുടെ അഭ്യർത്ഥനയാണ്. അവർ പറഞ്ഞു നിങ്ങൾ വന്നോളൂ, വരുന്നവർ വന്നോട്ടെ. ഇവിടെ എം പി പോകുന്നുണ്ടല്ലോ, ഞങ്ങൾ കോൺഗ്രസിൻ്റെ എം പി പോയി, കൊല്ലത്തെ RSPയുടെ എം പി പ്രേമേന്ദ്രൻ അവിടെ പോയി, പല രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പോയി, പല എം പിമാരും ഇവിടെ പോകുന്നുണ്ട്. കോൺഗ്രസിൻ്റെ എം പിമാർക്ക് പോകുന്നതിൽ വിലക്കില്ല, കോൺഗ്രസ് പ്രവർത്തകർക്ക് പോകുന്നതിൽ വിലക്കില്ല. പക്ഷേ അവിടെ പോയി ഒരു പൊളിറ്റിക്കലൈസ് ചെയ്ത് RSSനെ ഉണർത്തി കൊടുക്കരുത്, BJPക്ക് മുതലെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ള പൊളിറ്റിക്സ് ആണ് ഞങ്ങളുടെ. ഷഫീർ, അതായത് നിങ്ങൾ ഭയപ്പെടുകയാണ്, ഇങ്ങനെ ഭയപ്പെട്ടിട്ടാണ് ശക്തമായ അഭ്യർത്ഥന. കൃഷിക്കാരുടെ സംഘടന നിങ്ങൾ ആലോചിക്കേണ്ടത് 23-ൽ പരം സംഘടനകൾ ചേർന്നതാണ്. നമുക്ക് KK രാഗേഷ് ആ സമരമുഖത്ത് നിന്നിരുന്ന ഒരാളാണ്, അദ്ദേഹം ഉണ്ടല്ലോ, സമരമുഖത്ത് നിന്നിരുന്ന ആളാണ്. ഇവരുടെ ഈ രാഷ്ട്രീയ ഏറ്റെടുക്കാൻ ഇപ്പോ ഇറങ്ങാത്ത കാരണം അത് എത്തിക്കൂടെ പറഞ്ഞു തരാം. രാഹുൽ ഗാന്ധി പഞ്ചാബിലൂടെ ഹരിയാനയിലൂടെ ട്രാക്ടർ നടത്തിയ സമരത്തിന്റെ ഉപോൽപ്പന്നം കൂടിയാണ് ഈ സമരം എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ തന്നെ അതിന്റെ മുഖ്യധാരയിൽ ഈ സമരം ഏറ്റെടുത്താൽ ഈ സമരത്തിനെ മറ്റൊരു തരത്തിലൂടെ വളരെ ഇൻഫോർമേറ്റീവായി അതിന്റെ വിവരങ്ങൾ ശേഖരിച്ച് ഹോംവർക്ക് ചെയ്ത് പഠിച്ച് ചർച്ചയിലെത്തുന്ന അപൂർവം കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളാണ് BRM ഷഫീർ. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിലടക്കം കണ്ടില്ലേ, നിങ്ങൾ ഈ കാർഷിക സമരങ്ങളിലൊക്കെ പങ്കാളികളായാൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും അത് വല്ലാതെ RSS മുതലെടുക്കുകയും ചെയ്യുന്ന ഒരു കേവലം കക്ഷി രാഷ്ട്രീയ പ്രക്രിയയായി മാത്രം അത് അധപ്പതിക്കും. ആ ആശങ്കയാണ് കോൺഗ്രസിന്. താങ്കൾക്കൊന്നും ആ ആശങ്കയില്ലേ? ശ്രീ അജിം സാർ, ഇതിൽ സാധാരണ ഞാനൊരു ചാനൽ ചർച്ചയിൽ പ്രത്യേകിച്ച് ഡൽഹിയിൽ ഇരുന്ന് പറയാത്ത കാര്യങ്ങൾ ഞാൻ ഇവിടെ കൈരളിയുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ശ്രീ ഷഫീർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് 8 കാലി മുമ്പുഞ്ഞിൻ്റെ അവകാശവാദം പോലെയാണ് തോന്നുന്നത്. ഞാനതിലപ്പുറമൊന്നും പറയുന്നില്ല. ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയാം, ഇത് ഈ സമരം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളല്ല ശ്രീ ഷഫീർ, ഇത് കർഷക സംഘടനകളാണ് സമരം നടത്തുന്നത്. ആ സമരത്തിൽ പങ്കെടുക്കുന്ന കർഷക സംഘടനകൾ എന്ന് പറയുന്നത് 500ഓളം വരുന്ന കർഷക സംഘടനകളാണ്. ഇനി മൂന്നാമത്തെ കാര്യം, കോൺഗ്രസിന് ഒരു കർഷക സംഘടനയുണ്ടോ? അങ്ങ് ഉത്തരം പറയും. ഇവിടെ കിസാൻ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ചിലപ്പോൾ പറയുന്നത് കേൾക്കാറുണ്ട്, ഉണ്ടോ? എന്നാൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കർഷക സംഘടന ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല, അതുകൂടി അങ്ങ് മനസ്സിലാക്കുക. ഈ ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. കോൺഗ്രസിൻ്റെ കൊടി പിടിക്കുന്ന ഒരു കർഷക സംഘടന ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. ചെങ്കൊടി പിടിക്കുന്ന സംഘടനയുണ്ട്. ഞാൻ കിസാൻ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ സമരം നടന്ന ഘട്ടത്തിൽ ഏതാണ്ട് പകുതിയിലേറെ ദിവസങ്ങൾ ആ സമരമുഖത്ത് പൂർണ്ണമായി ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസിൻ്റെ സമരമല്ല. രാഹുൽ ഗാന്ധി ട്രാക്ടറിൽ കയറിയിട്ട് അവിടെ പഞ്ചാബിലൊരു നാടകം കളിച്ചിട്ടുണ്ടാവും, അത് ഈ സമരമായിട്ട് ഒരു ബന്ധമില്ല. അത് 100 ആളെ കൂട്ടിയിട്ട് ശശി തരൂർ അവിടെ പോയിട്ട് 10 ആളെ കൂട്ടിയിട്ട് പാർലമെന്റ് മുമ്പിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഈ സമരത്തിൻ്റെ ഭാഗമാണ് എന്ന് നാടകം കളിച്ചിട്ടുണ്ടാവും. ഈ സമരം ഒരു വേറെ ലെവലിലാണ് ശ്രീ ഷഫീർ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, ഇത് കർഷക സംഘടനകൾ നടത്തുന്ന സമരമാണ്. അവിടെ KK രാഗേഷ് പങ്കെടുക്കുന്നത് MP ആയിട്ടല്ല, കിസാൻ സഭയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നുള്ള നിലയിലാണ് ആ സമരത്തിൽ പങ്കെടുക്കുന്നത്. അതുകൂടി അങ്ങ് മനസ്സിലാക്കുക. MP ചിലപ്പോൾ ആരും പോയിട്ടുണ്ടാവും, അതിന്റെ ഏതെങ്കിലും കോർണറിലേക്ക് ഫോട്ടോ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് കോൺഗ്രസ് ഏറ്റെടുത്ത സമരമാണെന്ന് പറഞ്ഞോ? അങ്ങനെ ഇത് കോൺഗ്രസ് ഏറ്റെടുത്ത സമരമാണെന്ന് ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും പറഞ്ഞു? താങ്കൾ കേട്ടോ? എന്തിനാണ് അങ്ങനെ? ഇല്ല, ഒരു മിനിറ്റ് ഞാൻ പറയുന്നു, അങ്ങ് ഇടപെടല്ലേ? അങ്ങ് പറഞ്ഞെന്താ? രാഹുൽ ഗാന്ധി ആ വിഷ്വൽ ഒന്നുകൂടി കേൾക്കുക. രാഹുൽ ഗാന്ധി ട്രാക്ടറിൽ കയറി സമരം നടത്തിയതിന്റെ ഉപോൽപ്പന്നമായിട്ട് തുടങ്ങിയതാണ് ഈ സമരം. അങ്ങ് പറഞ്ഞ വാക്കുകളാണ്, എടുത്ത് നോക്കൂ, അപ്പൊ മനസ്സിലാവും. അങ്ങനെ ഒരു ഉപോൽപ്പന്നമില്ല, അങ്ങനെ ഒന്നുമല്ല. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇത്രയും പറഞ്ഞുകൊണ്ട്
അങ്ങ് ദയവേത് അങ്ങ് പറയുന്നത് ഞാൻ ക്ഷമയോടെ കേട്ടില്ല. കേൾക്കൂ, ഞാൻ ഇടപെടില്ല. അങ്ങ് വല്ലാതെ ഡിഫൻസീവിലാവുന്ന സമയത്ത് ബഹളം വെക്കാതിരിക്കുക. ഇനി ഞാൻ അജിം സാദ് ഞാൻ പറയുന്നത് കേൾക്കുക. ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യവും പറയാം. ഇനി ഞാൻ പറയണമെന്ന് വിചാരിക്കാത്ത കാര്യം കൂടി ഇനി പറയാം. 2019 കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ പേജ് നമ്പർ 7 അതിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഭാഗം 7ാമത്തെ ഭാഗമായി, പേജ് നമ്പർ 16 അതിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് 7ാമത്തെ ഭാഗമായി കൊടുത്തിട്ടുണ്ട്. ആ അഗ്രികൾച്ചറിൽ 11ാമത്തെ പോയിന്റ് ഞാനിവിടെ വായിക്കാം. ശ്രീ ഷഫീർ, കോൺഗ്രസ് വിൽ റിപ്പീൽ ദ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റീസ് ആക്ട്. റിപ്പീൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി ആക്ട്. കേൾക്കുക. ആൻഡ് മേക്ക് ട്രേഡ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഇൻക്ലൂഡിംഗ് എക്സ്പോർട്സ് ആൻഡ് interstate free from all restrictions. ഇത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയാണ്. പ്രിയപ്പെട്ട ഷഫീറെ, ഇപ്പോൾ BJP കൊണ്ടുവന്ന ഇത് തന്നെയാണ്, അത് മനസ്സിലാക്കുക. BJP കൊണ്ടുവന്ന ഇത് തന്നെയാണ്, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എല്ലാ തടസ്സങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് അങ്ങ് ഇടപെടാതിരിക്കുക. എല്ലാ തടസ്സങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ഡി സമിതികൾ ഉൾപ്പെടെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് BJP നിയമം കൊണ്ടുവന്നത്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇനി ഞാൻ പറഞ്ഞുതരാം, പാർലമെന്റിൽ നടന്ന കാര്യം കൂടി പറഞ്ഞുതരാം. ലോകസഭയിലാണ് ഈ നിയമം ആദ്യം വന്നത്, ഓർഡിനൻസിന്റെ രൂപത്തിൽ വന്നു, ലോകസഭയിൽ വന്നു. ലോകസഭയിൽ BJP എതിർക്കാൻ വേണ്ടി പുറപ്പെട്ട കോൺഗ്രസിന്റെ അങ്ങയുടെ സുഹൃത്തുക്കൾ എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ഇതിനെതിരായിട്ട് ഒരു വോട്ടെടുപ്പ് ആവശ്യപ്പെടാതിരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങയുടെ സുഹൃത്തുക്കൾ ഇതിൻ്റെ മേലെ ഭേദഗതി കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങയുടെ സുഹൃത്തുക്കൾ ഇത് പാർലമെന്റ് കമ്മിറ്റിയുടെ സ്ക്രൂട്ടിനിക്ക് വിധേയപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോഷൻ കൊടുക്കാതിരുന്നത്? അങ്ങൊന്ന് അന്വേഷിച്ച് നോക്കുക. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇത് തന്നെ നിങ്ങളുടെ നയം ഇത് തന്നെയായിരുന്നു. ഇനി പാർലമെന്റ് ലോകസഭയിൽ ഈ ബില്ല് പാസ്സായത് എങ്ങനെയാണെന്നറിയോ? അൺഅപ്പോസ്ഡ് ആണ്. ഒരു വോട്ടിംഗ് പോലും ആവശ്യപ്പെടാതെ ഐക്യകണ്ഠേന നിങ്ങളുടെ 19 ആളുകളും കൈമുട്ടി പാസ്സാക്കി കൊടുത്ത ബില്ലാണ് ഈ ബില്ല്. മനസ്സിലായിക്കോ? അവിടെ ഒരു വോട്ടിംഗ് നടന്നിട്ടില്ല. രാജ്യസഭയിൽ വന്നപ്പോൾ നടന്ന കാര്യം കൂടി ഞാൻ പറയാം. രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന് ഇത് ഓർഡിനൻസ് വന്നു കഴിഞ്ഞാൽ ഓർഡിനൻസിനെ എതിർക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുള്ള ഒരു ടൂളാണ് സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ. സാധാരണ മുഖ്യ പ്രതിപക്ഷ കക്ഷികളും മറ്റുമാണ് അത് അവതരിപ്പിക്കുക. പക്ഷേ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് നോട്ടീസ് കൊടുക്കാത്തത് കൊണ്ട് അവതരിപ്പിക്കാൻ അവസരം കിട്ടിയത് ആകെ 5 ആളുകളുള്ള ഇടതുപക്ഷ അംഗമായിട്ടുള്ള എനിക്കാണ് അവസരം കിട്ടിയത്. ആ സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷനും ബില്ലും ഒന്നിച്ചാണ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നത്. അതിനുശേഷം 3 മോഷനാണ് ഈ ബില്ല് സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടണമെന്ന് പറഞ്ഞുകൊണ്ട് 3 മോഷനാണ് പാർലമെന്റ് മുന്നിൽ വന്നത്. ഒന്ന് ഞാനും വളമര കരീമും ബിനോയ് വിഷയം ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ മോഷൻ. 2ാമത്തെ മോഷൻ ഡെറിക് ഒബ്രോയിൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ മോഷൻ. 3ാമത്തെ മോഷൻ നമ്മുടെ തിരുച്ചി ശിവ DMKയുടെ മോഷൻ. അവിടെയും കോൺഗ്രസ് മോഷൻ കൊടുത്തിട്ടില്ല ശ്രീ ഷഫീർ. ഇനി ഭേദഗതികൾ 24 ഭേദഗതി വന്നു. ആ ഭേദഗതികളിൽ ഏറ്റവും അവസാനത്തെ ദിവസം കോൺഗ്രസ് 2 ഭേദഗതി എഴുതി കൊടുത്തത്. 5 ദിവസം ഈ പാർലമെന്റ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പരിഗണിച്ചുകൊണ്ടിരുന്ന 5ാമത്തെ ദിവസം ഇത് ചർച്ചക്കെടുത്തത്. 5ാമത്തെ ദിവസമാണ് ഭേദഗതി കൊടുക്കാനെങ്കിൽ കോൺഗ്രസിന് തോന്നിയത്. മനസ്സിലായോ? അതുകൊണ്ട് വല്ലാതെ കോൺഗ്രസ് എന്തോ വലിയ കാര്യം ചെയ്യുകയാണ് എന്ന് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പുറപ്പെടരുത്. അവിടെ ഇത് വന്നപ്പോൾ വോട്ടിംഗ് ചോദിച്ചു ബഹളം ഉണ്ടായി. ആ ഘട്ടമാകുമ്പോഴേക്ക് പഞ്ചാബ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ സമരം ഉയർന്നു വന്നു. ആ പ്രക്ഷോഭ സമരങ്ങളുടെ സമ്മർദ്ദത്തിൽ അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് നിന്നു. അതിൻ്റെ ഭാഗമായി പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഒന്നിച്ച് കോൺഗ്രസ് നിന്നു. ഞാനത് പൂർണ്ണമായി അംഗീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വളരെ വലിയ നിലയിൽ കോൺഗ്രസ് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷേ തുടക്കത്തിൽ കോൺഗ്രസ് എവിടെയായിരുന്നു? ഈ പ്രക്ഷോഭ സമരത്തിൽ കോൺഗ്രസ് ഉണ്ടോ? അതുകൊണ്ട് വസ്തുത മനസ്സിലാക്കാതെ വെറുതെ വന്നിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ആൾ എന്ന് ദയവ് ചെയ്ത് പറയാതിരിക്കുക. ഇത് കർഷകർ നടത്തുന്ന സമരമാണ്, ഇത് കോൺഗ്രസിൻ്റെ സമരമല്ല. ആ കർഷക സംഘടനകൾ 500ഓളം വരുന്ന കർഷക സംഘടനകളാണ്. ആ സംഘടനയിൽ കോൺഗ്രസിൻ്റെ കൊടി പിടിക്കുന്ന കർഷക സംഘടന ഞാൻ കണ്ടിട്ടില്ല. വ്യത്യസ്ത നിലപാടുള്ള വിവിധ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സംഘടനകളുണ്ട്. ആ സംഘടനകൾ ചേർന്നാണ് ഈ സമരം നയിക്കുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ദൗർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിക്കാണ് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി പറയുന്നത് എന്താ? രാഹുൽ ഗാന്ധിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ പ്രകടന പത്രിക എടുത്ത് വായിക്കൂ, അതിലിതില്ലേ, ശരിയാ അതിലുണ്ട്. പക്ഷെ പ്രധാനമന്ത്രി ഉത്തരം പറയേണ്ടത് രാഹുൽ ഗാന്ധിയോടല്ല, മറിച്ച് രാജ്യത്തെ കർഷകരോടാണ്. അതുകൊണ്ട് ഷഫീറെ, കർഷകരാണ് ഈ സമരം നടത്തുന്നത് എന്നെങ്കിലും അങ്ങ് അംഗീകരിക്കാൻ തയ്യാറാവണം. തീർച്ചയായും. അല്ല, ആ അർത്ഥത്തിൽ താങ്കൾക്ക് സംതൃപ്തമായല്ലോ. ഇനി നമുക്ക് റജി ലൂക്കോസിലേക്കൊന്ന് പോയിട്ട് ശ്രീ റജി ലൂക്കോസ്, അതായത്
ഇന്ന് ഒ രാജഗോപാൽ എടുത്ത നിലപാട്, ഒരുപക്ഷെ അതിനുശേഷം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം സഭയ്ക്കുള്ളിൽ എടുത്ത ആ പൊളിറ്റിക്കൽ സ്പിരിറ്റിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അതിനുശേഷം ഉടൻ തന്നെ കെ സുരേന്ദ്രൻ രംഗത്തെത്തുന്നു, വാർത്താ സമ്മേളനം നടത്തുന്നു. BJP ആ അർത്ഥത്തിൽ ഒരു അങ്കലാപ്പിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് ചെയ്തത്. BJPയുടെ ഏക അംഗം പോലും കേരളത്തിൻ്റെ പൊതുവികാരത്തിനൊപ്പം സർക്കാർ മുമ്പോട്ട് വെക്കുന്ന ആശങ്കയ്ക്കൊപ്പം നിന്ന കാഴ്ചയാണ് ഇന്ന് നാം കണ്ടത്. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് കൂടിയാണ്, പ്രത്യേകിച്ച് സഭയ്ക്കുള്ളിൽ നടന്നതുകൊണ്ട്. RSS ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. എങ്ങനെ കർഷകരുടെ പ്രശ്നങ്ങൾ വലിയ സമ്മർദ്ദമായി രാജ്യത്ത് രൂപം കൊള്ളുകയും ഘടകകക്ഷികളെപ്പോലും യോജിപ്പിക്കാനാകാതെ NDA പതറുകയും ഗുരുദ്വാറിലേക്ക് അടക്കം പ്രധാനമന്ത്രിക്ക് പോകേണ്ടി വരികയും ചെയ്തൊരു സാഹചര്യം രാജ്യത്ത് സംജാതമാക്കിയ സമ്മർദ്ദം RSS ഏറ്റുവാങ്ങി. ഈ പ്രശ്നം പരിഹരിക്കണം എന്ന കാര്യം RSSൻ്റെ മുമ്പിൽ പോലും ഒരു സമ്മർദ്ദമായി രൂപം കൊണ്ട കാഴ്ച നാം കണ്ടു. ഒരുപക്ഷേ ആ നിലപാട് BJPക്കുള്ളിൽ രൂപം കൊള്ളുന്ന മോദി വിരുദ്ധ ചേരിയുടെ ആ നിലപാടായിരിക്കാം സഭയിൽ ഒ രാജഗോപാൽ ഉയർത്തിയത്. ഞാൻ അങ്ങയോട് ചോദിക്കുന്നു ശ്രീ റജി ലൂക്കോസ്, ഈ രാജഗോപാലിൻ്റെ നിലപാടിൻ്റെ പേരിൽ BJPയിൽ രൂപം കൊണ്ട ഈ ഭിന്നതയെ പുറത്തെത്തിച്ച ഈ നിലപാടിൻ്റെ പേരിൽ അതൊരു കർഷക നിയമവുമായി ബന്ധപ്പെട്ട, കർഷകൻ്റെ ആശങ്കയുമായി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ട് ഒ രാജഗോപാലിനെതിരെ രാഷ്ട്രീയമായി നീങ്ങാൻ BJPക്കാകുമോ? അജിംഷാദെ, BJPക്ക് ഒരിക്കലും സാധിക്കത്തില്ല. എന്തുകൊണ്ട്? അതിനു മുമ്പായിട്ടൊരു കാര്യം പറയാം. അതായത് BJPയുടെ മുഖം ഇത് ദേശീയതലത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. BJP എന്ന് പറയുന്നത് ഒരു അടിച്ചമർത്തൽ രാഷ്ട്രീയ കക്ഷിയാണ്. അതായത് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കീഴിലുള്ള പ്രവർത്തകരും നേതാക്കന്മാരെല്ലാം അടിച്ചമർത്തൽ, ഒരു ഏകാധിപത്യ ശൈലിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ, ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് രണ്ടാം സ്വാതന്ത്ര്യ സമരമായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർഷക സമരത്തിനെതിരെ ആ പാർട്ടിയുടെ ദേശീയ തലത്തിൽ തന്നെയുള്ള ഒരു മുതിർന്ന നേതാവ് വെല്ലുവിളിച്ചിരിക്കുന്നു. ഇന്ന് കേരള നിയമസഭയിലെ ചരിത്രപരമായിട്ടുള്ള ആ ഐക്യകണ്ഠേനയുള്ള പ്രമേയത്തിലൂടെ ഈ ദേശീയ തലത്തിൽ നിന്ന് എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 3 നിയമസഭകള് ഈ കർഷക സമരത്തിനെതിരെ, കർഷക വിരുദ്ധ സമരത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അത് പക്ഷെ അവിടെ ഐക്യകണ്ഠേനെ പാസ്സാക്കാൻ സാധിച്ചിട്ടില്ല. BJP MLA പ്രതിദാനം ചെയ്യുന്ന കേരള നിയമസഭയിൽ നിന്നും ഐക്യകണ്ഠേനെ ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് ദേശീയ തലത്തിൽ കേരള നിയമസഭ കാണിച്ചിരിക്കുന്നത് വലിയൊരു മാതൃകയാണ്. രാജഗോപാലിനെ പുറത്താക്കാൻ സാധിക്കത്തില്ല എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാല് രാജഗോപാൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് BJPയുടെ ഒരു ദേശീയ മുഖമാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. രാജഗോപാലിനെതിരെ ശബ്ദിക്കാനായിട്ട് കേരളത്തിലെ സമുന്നതരായിട്ടുള്ള BJPയുടെ നേതാക്കന്മാർക്ക് നട്ടലുണ്ടായിട്ടില്ല ഈ നിമിഷം വരെ. അവരുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ 2 തവണ പത്രക്കാരോട്, അദ്ദേഹം പാലക്കാട് വെച്ചാണെന്ന് തോന്നുന്നു, 2 തവണ പത്രക്കാരോടും അദ്ദേഹം പറഞ്ഞു ഞാനിത് കേട്ടില്ല, പഠിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. VK കൃഷ്ണദാസ് പറഞ്ഞത് എന്താ അറിയോ? രാജഗോപാലിനെതിരെ ഒരു വാക്കുപോലും ശ്രദ്ധിച്ചിട്ടില്ല, ഞങ്ങളിത് പാർട്ടി ഇതിനെക്കുറിച്ച് പഠിക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ അതേസമയം കേന്ദ്ര നേതൃത്വത്തിലുള്ള ഏതെങ്കിലും ദേശീയ തലത്തിലുള്ള ഒരു നേതാവാണ് BJPക്കെതിരെ ശബ്ദിച്ചെങ്കിൽ ആ നിമിഷം അയാൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താകും, ഇല്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കുന്നതാകും. അതാണ് രാജഗോപാൽ എന്നുള്ള വ്യക്തിത്വത്തെ ദേശീയ തലത്തിൽ ഇന്ന് ഇവരുടെ നേതൃത്വങ്ങൾ ഭയക്കുന്നത്. നട്ടലില്ലാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയാണ് അവരുടെ കേന്ദ്രത്തിലുണ്ടെന്നുള്ളവരും രാജഗോപാൽ എന്ന് പറഞ്ഞ വ്യക്തിയിലൂടെ തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ വസ്തുത എന്ന് പറഞ്ഞാൽ BJPയുടെ ദേശീയ നേതൃത്വം ഇന്ന് നമ്മുടെ കർഷകരും ബഹുമാനപ്പെട്ട KK രാജേഷ് MP ഒക്കെ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഇതിന്റെ മുന്നണി പോരാളിയായിട്ട് കർഷക സമരത്തിന് മുന്നിലുള്ളവർ നിൽക്കുന്നവരാണ്. CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഈ കർഷക സമരത്തിൽ വലിയൊരു റോളുണ്ട്. നമുക്കറിയാം, ചെങ്കൊടികൾ പാറിപ്പറക്കുന്ന ചിത്രങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിൽ. പക്ഷേ ഈ ഘട്ടത്തിൽ PR ശിവശങ്കർ എന്ന BJP നേതാവിൻ്റെ ഒരു ട്വീറ്റ് ഞാൻ താങ്കളുടെ മുമ്പിൽ വെക്കുന്നു. ശ്രീരാമനും കൃഷ്ണനും ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയ ലക്ഷണ പിശകാണിത്. നിഷ്കളങ്കരെ ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ട് കേരളത്തിൽ BJP അധികാരത്തിൽ വരുന്നില്ല എന്ന്. പ്രേംജി എന്ന അത്ഭുത നടൻ്റെ പകുതി സന്തോഷവും വിഷമവും കലർന്ന ഈ ഭാവമാണ് നമുക്ക് യോജിച്ചത് എന്ന് #BJP നേതാവ് ശിവശങ്കർ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നേരത്തെ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒന്നിച്ചുള്ള പേരുമായി എന്ന് ഒ രാജഗോപാൽ പറഞ്ഞതിനെയാണ് അദ്ദേഹം കോട്ട് ചെയ്തത്. കഴിഞ്ഞ ഒരു സന്ദർഭത്തിൽ നിയമസഭയിലെ ഒരു പ്രമേയവുമായി ബന്ധപ്പെട്ട് ഒ രാജഗോപാലിൻ്റെ പ്രതികരണം, ആ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന വാക്കുകൾ കൂടി കോട്ട് ചെയ്തിട്ടാണ് ശിവശങ്കർ ഇത്തരത്തിൽ
ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു പക്ഷേ ചില സൂചനകൾ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് കേരള നേതൃത്വം എടുക്കുന്നുണ്ട് എന്നതിൻ്റെ ലക്ഷണമായി കാണാനാകുമോ? ലക്ഷണ പിശകാണിത് എന്നാണ് പറയുന്നത്. അതായത് ഒ രാജഗോപാലിനെ ലക്ഷണ പിശകായിട്ടാണ് PR ശിവശങ്കർ ഉപമിച്ചത്. അതെ, ശിവശങ്കർ പിന്നെ അവരുടെ സംസ്ഥാന വക്താവാണ്, ശരിയാണ്. പക്ഷെ ഇന്നലത്തെ ഒരു സംഭവം അജിംഷാദ് കണ്ടു കാണുമായിരിക്കും, ഈ ചാനലിലുള്ള ഈ പാനലിലുള്ള എല്ലാവരും കണ്ടു കാണും. ഇന്നലെ ഇതിന്റെ ഒരു സൂചന ബഹുമാനപ്പെട്ട ഒ രാജഗോപാൽ MLA പറഞ്ഞിരുന്നു. ഇന്നലെ മാധ്യമങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത വ്യക്തിപരമായിട്ടുള്ള ബൈറ്റിൽ, ഓരോ ചാനലിനും ഓരോ ബൈറ്റ് അദ്ദേഹം കൊടുത്ത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനോട് ചോദിച്ചു, നാളെ നടക്കുന്ന ഈ പിന്നെ നിയമസഭാ സമ്മേളനം പിന്നെ അംഗീകരിക്കുന്നുണ്ടോ? അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു രീതി ഇതല്ലേ, അങ്ങ് BJP പ്രതിനിധി അല്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അറിയോ? മനോരമയും ഏഷ്യാനും എനിക്കൊന്ന് കൈരളി അത് പ്രക്ഷേപണം ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഒരു തെറ്റുമില്ല, അത് നാളെ ഈ സമ്മേളനം കൂടുതൽ ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒന്നാണ് നിയമസഭ എന്ന് പറയുന്നത്. അവിടെ അത് കൂടുതൽ നിയമസഭാ സമ്മേളനം ഇതിനുവേണ്ടി കൂടുതൽ ഒരു തെറ്റുമില്ല എന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞപ്പോ തന്നെ ഇവിടുത്തെ BJP നേതാക്കന്മാർക്ക് ഒരു സൂചന കിട്ടിയിട്ടില്ലേ? അദ്ദേഹത്തിന് ഒതുക്കാൻ സാധിച്ചോ? അങ്ങ് പറഞ്ഞനുസരിച്ച് നാളെ നിയമസഭയിൽ പറയരുതെന്ന് പറയാനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദേശീയ തലത്തിലാണെങ്കിലും ഒ രാജഗോപാലിനെ പോലുള്ള സമുന്നതനായിട്ടുള്ള കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്നിട്ടുള്ള BJP ചരിത്രത്തിലെ ആദ്യത്തെ MLA ആയ ഒ രാജഗോപാലിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനുള്ള നട്ടല് ഈ പാർട്ടിക്ക് ഉണ്ടാണെങ്കിൽ കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്തെങ്കിലും വാക്ക് പറയണമായിരുന്നു. അദ്ദേഹം ഇതുവരെ കേട്ടില്ല പറഞ്ഞത്. പക്ഷേ അതിന്റെ യുക്തി എനിക്ക് പിടികിട്ടുന്നില്ല. അതായത് LK അഡ്വാനി പോലും കരയുന്നത് നാം കണ്ടതാണ്. അങ്ങനെ ദേശീയ തലത്തിൽ BJPയെ ഇത്ര കണ്ട് ഉയർത്താൻ രഥയാത്രയ്ക്ക് സാരഥിയായിരുന്ന അഡ്വാനി പോലും കരഞ്ഞൊരു സാഹചര്യത്തിൽ ഒ രാജഗോപാൽ എന്ത്? പക്ഷേ ഇവിടെ എൻ്റെ നിരീക്ഷണം ഞാൻ മുമ്പോട്ട് വെച്ചത് ഇതാണ്, RSSന് പോലും ഈ പ്രശ്നം പരിഹരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാകുന്നു. കാരണം രാജ്യത്ത് അമ്മാതിരി സമ്മർദ്ദമാണ് രൂപം കൊള്ളുന്നത്. അതിൻ്റെ ഒരു പ്രതിനിധിവൽക്കരണമായി ഒരു പക്ഷേ ഒ രാജഗോപാലിന് അവരുടെ പാർട്ടിക്കുള്ളിൽ പിടിച്ചു നിൽക്കാനുള്ള കൃത്യമായൊരു പോയിൻ്റ് അവിടെ നൽകുന്നില്ലേ? RSS എന്ന അവരുടെ സ്രോതസ് അല്ലെങ്കിൽ അവരുടെ ഊർജ്ജ സ്രോതസ് ആ അർത്ഥത്തിൽ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗവാക്കാകുന്നു എന്ന് പ്രതിരോധിക്കാൻ ഒ രാജഗോപാലിനാകില്ലേ? അതായിരിക്കില്ലേ ഒരു പക്ഷേ ഒ രാജഗോപാലിന് പ്രതിരോധം തീർക്കുന്ന കവചം എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം. താങ്കൾ എന്ത് പറയുന്നു? അജിംഷാദിന്റെ ആ നിരീക്ഷണത്തിനോട് ഒരു പരിധിവരെ ഞാൻ യോജിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നിൽ അദ്ദേഹത്തിന് ഉറപ്പാണ്, അദ്ദേഹത്തിന് ഈ ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ BJPയുടെ ഇപ്പോഴത്തെ സോക്കോൾഡ് നേതാക്കന്മാർക്ക് അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ്. അതുകൊണ്ടല്ലേ അദ്ദേഹം നിയമസഭയിൽ ഇറങ്ങി പത്രസമ്മേളനത്തിൽ പറഞ്ഞേ, എന്റെ നിലപാട് ഞാൻ ആ നിയമസഭയിൽ പറഞ്ഞത് തന്നെയാണ്, ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. അത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു, എന്റെ അറിവ് ശരിയാണ്, എനിക്കിപ്പോ അതാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ദേശീയ തലത്തിലെ ചില മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലപാട്. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പിന്നിലൊരു ശക്തിയുണ്ട്. പിന്നെ അദ്വാനിയെ കുറിച്ച് പറഞ്ഞത്, അദ്വാനിയെ പോച്ച് പൊട്ടിയടിക്കാൻ വേണ്ടിയിട്ടല്ലേ 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് മത്സരിക്കാൻ പാടില്ല എന്ന ഒരു മാനദണ്ഡം ഈ പറയുന്ന പിന്നെ മോദിയുടെയും ക്ഷമിക്കണം നമ്മുടെ പിന്നെ ഷായുടെ നേതൃത്വത്തിൽ അവര് അങ്ങനെ മാനദണ്ഡം സ്വീകരിച്ചത്. അത് അദ്ദേഹത്തിനെ പുകച്ച് പുറത്തുചാടിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 80 ഇന്നിപ്പോ 90 വയസ്സിനോട് എടുക്കുക, 84ാമത്തെ വയസ്സിലോ 85ാമത്തെ വയസ്സിലോ കേരള നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒ രാജഗോപാലിന് ഈ മാനദണ്ഡം മറികടന്നുകൊണ്ട് അവസരം കൊടുത്തുവെങ്കിൽ തീർച്ചയായിട്ടും ഒ രാജഗോപാലിന്റെ പിന്നിൽ RSSന്റെ ധാർമ്മികമായി പിന്തുണ ഉണ്ടാകണം, പലതും ഉണ്ടാകണം. ദേശീയ തലത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖം നഷ്ടപ്പെട്ടു വെല്ലുവിളിക്കാനായിട്ട് ഈ കർഷക സമരത്തിനെതിരെ അവരുടെ പാർട്ടിക്കകത്തുനിന്ന് ദേശീയ തലത്തിലുള്ള നേതാവിന് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJPയുടെ മുന്നോട്ടുള്ള യാത്ര അത് പുറകോട്ട് പോരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇന്ത്യയിലെ കർഷകരുടെ നട്ടലിലാണ് നമ്മൾ മനസ്സിലാക്കണം. ജാലിയൻവാലാബാഗിന്റെ നാട്ടിൽ നിന്നൊക്കെ ഉൾപ്പെടെയുള്ള കർഷകര് അവിടെ 6 മാസത്തെ ഭക്ഷണത്തിനുള്ള സാമഗ്രികളുമായിട്ട് ഡൽഹിയിൽ നിന്ന് കേവലം 12 കിലോമീറ്റർ അപ്പുറേ അവർ തമ്പടിച്ചിരിക്കുന്നു. ആ തമ്പടിച്ചിരിക്കുന്നവരെ പിന്നോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. എന്താ കാരണം? രാജ്യം നേടിയെടുത്തിയ സ്വാതന്ത്ര്യം 2 ഗുജറാത്തിലെ വ്യവസായികൾക്ക് വേണ്ടിയിട്ട് അടിയറി വച്ചതിനെതിരെ അവിടുത്തെ കർഷകർ നടത്തുന്ന ചങ്കുറ്റോടെയുള്ള സമരത്തിന് മുമ്പിൽ ദേശീയ തലത്തിൽ ഇവർ അടിപതറിയിരിക്കുന്നു. അന്തർദേശീയ തലത്തിൽ തന്നെ കർഷകർക്ക് പിന്തുണ കിട്ടിയിരിക്കുന്നു. അന്തർദേശീയ തലത്തിൽ അതാരും അതല്ല ഇവരുടെ ഏറ്റവും വലിയ അവരുടെ നട്ടലിൽ വളഞ്ഞ സംഭവം പറയാം. അവരാദ്യം പറഞ്ഞു ഖാലിസ്ഥാൻവാദികളാന്ന് പറഞ്ഞു, മാവോയിസ്റ്റുകളാന്ന് പറഞ്ഞു, ഇടതുപക്ഷ തീവ്രവാദികളാന്ന് പറഞ്ഞു. ഒടുവിൽ കേന്ദ്ര കൃഷിമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും സമ്മതിക്കേണ്ടി വന്നു ഒരു തീവ്രവാദികളും അല്ല, ഇത് കർഷകരുടെ സമരമാണെന്ന് സമ്മതിക്കേണ്ടി വന്നു. ബഹുമാനപ്പെട്ട MP ഈ പാനലുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചു നോക്കിയേ. അപ്പൊ നട്ടല് വളഞ്ഞുകൊണ്ട് 2 നിയമങ്ങൾ തങ്ങൾ എഴുതി ഒപ്പിട്ട് തന്ന് പിൻവലിക്കാന്ന് പറഞ്ഞെങ്കിൽ പോലും
അത് പറ്റത്തില്ല എന്നും അതുപോലെ ഈ ബഹുമാനപ്പെട്ട MP പറഞ്ഞൊരു വളരെ നല്ലൊരു പോയിന്റ് ഉണ്ടറിയോ, അത് നമ്മൾ ശ്രദ്ധിക്കണ്ട. അതായത് FCIയുടെ ഗോഡൌണുകളിൽ ഇത് തികയത്തില്ലെന്നും അതിനുള്ള ശേഷിയില്ലെന്നും അതുകൊണ്ട് ഇവിടെ സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് അവർ ഗോഡൌണിലേക്ക് ഇത് സംഭരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് MP പറഞ്ഞതിന് ഒരു ചെറിയൊരു മാറ്റമുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു 28ഓളം ഗോഡൌണുകൾ ഞാനൊരു സോഷ്യൽ മീഡിയ കണ്ട അദാനി ഇവിടെ പടുത്തുയർത്തി കഴിഞ്ഞു. അതായത് അവരോട് മുൻകൂട്ടി വാക്ക് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ കർഷകന്റെ വിളകൾ മുഴുവനും നിങ്ങൾ വിലയിട്ട് മേടിക്കുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുവരുമെന്നും ഇന്ന് 35-40 രൂപയ്ക്ക് കിട്ടുന്ന അരി മലയാളി 500 രൂപയ്ക്ക് വരെ വാങ്ങിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ നിയമം അടിച്ചമർത്തപ്പെടുന്നതിന്റെ റിസൾട്ട് ആകുന്നുള്ളത് യാതൊരു സംശയമില്ല. അജിംഷാദ് ഒറ്റ കാര്യം കൂടെ 25 രൂപയും 30 രൂപയ്ക്ക് കിട്ടുന്ന ഉഴുന്ന് തൊലി ഒളിച്ചു കളഞ്ഞിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ കഴിഞ്ഞ 2.5 വർഷമാണ് കിട്ടുന്നത് 240 രൂപ വന്നു. ഇപ്പൊ അത് 180 രൂപ വരെ. ഞാനത് നോക്കിയിട്ടാണ് ഇപ്പൊ ചർച്ച വന്നിരിക്കുന്നത്. 180 രൂപ. ആരാണ് ഇന്ത്യ മുഴുവനും ഈ ഉഴുന്ന് സപ്ലൈ ചെയ്യുന്നത്? കർഷകരോട് മുൻകൂട്ടി വാങ്ങിച്ചുകൊണ്ട് അദാനി എന്ന് പറയുന്ന ഭീമനാണ് ഇന്ത്യ മുഴുവൻ ഉഴുന്ന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഓരോ കാർഷിക വിളകളിലും നമ്മുടെ നാട്ടിലേക്ക് നക്കാപ്പിച്ച എമൗണ്ട് കൊടുത്ത് കർഷകരിൽ നിന്ന് ഇത് വാങ്ങി സംഭരണശേഷിയുള്ള അവരുടെ ഗോഡൌണിലേക്ക് കൊണ്ടുവന്ന് ഈ മഹാരാജ്യത്തെ 135 കോടി ജനങ്ങളിലേക്ക് അവര് പറയുന്ന എമൗണ്ടിന് ഭക്ഷിക്കാനുള്ള വസ്തുക്കൾ മേടിക്കേണ്ട ഗതികളും അവര് പറയുന്ന വിലയ്ക്ക് ഈ സാധനങ്ങൾ വിൽക്കേണ്ട ഗതികളിലേക്കും ഈ രാജ്യം പോകുന്നതിനാണ് എതിരെയാണ്, അല്ലെങ്കിൽ ഈ രാജ്യം ഉണ്ടാക്കിയ നിയമത്തിനെതിരെയാണ് നഷ്ടമുള്ള കർഷകൻ പഞ്ചാബിലെയും ഹരിയാനയിലെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനത്തെയും കർഷകരെല്ലാം ഡൽഹി വന്ന് ഈ പറയുന്ന രാകേഷിനെ പോലെയുള്ള MP-മാരുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുന്ന മുട്ടുമടക്കും. ഇന്ന് രാജഗോപാലിന്റെ ശബ്ദം അഡ്വക്കേറ്റ് BRM ഷഫീറിലേക്ക് ഒന്ന് പോകുന്നു. BRM ഷഫീർ, അതായത് താങ്കൾ നേരത്തെ പറഞ്ഞൊരു സിദ്ധാന്തം ഉണ്ടല്ലോ, അതായത് ഇതിനെ വല്ലാതെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടാതിരിക്കാനായിട്ടുള്ള ജാഗ്രതയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കാട്ടിയതെന്ന്. ഒരു പക്ഷേ ഇന്നലത്തെ ചർച്ചയിൽ പോലും കേന്ദ്രത്തിന് രൂപം കൊണ്ട ചില വിട്ടുവീഴ്ച മനോഭാവങ്ങളുണ്ട്. ഗുരുദ്വാറിലേക്കടക്കം മോദി പോകുന്നതിലേക്ക് രൂപപ്പെട്ട സമ്മർദ്ദമുണ്ട്. RSSന് പോലും മനം മാറ്റേണ്ടി വന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ രാജഗോപാലിന് പോലും ഈ അർത്ഥത്തിൽ മാറി ചിന്തിക്കേണ്ടി വന്ന സാഹചര്യം നിയമസഭയിൽ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു പക്ഷേ കർഷകരുടെ സമരം അവരുടെ ഇച്ഛാശക്തി കൊണ്ട് വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റും ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ ആ ക്രെഡിറ്റിനോട് ഭാഗവാക്കാകാനും രാഷ്ട്രീയമായി കോൺഗ്രസ്സിനാകില്ല. ഇന്ത്യയിൽ നടക്കുന്ന കർഷകൻ്റേതടക്കമുള്ള ഒരു ജീവൽ പ്രശ്നങ്ങളോടും ഈ രാഷ്ട്രീയ സിദ്ധാന്തം വെച്ച് കോൺഗ്രസ്സിന് യോജിക്കാനാകില്ല. നിങ്ങളാണ് പ്രതിപക്ഷം, നിങ്ങളാണ് നാളെ ഭരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവർ എന്നാരെങ്കിലും ചോദിച്ചാൽ എൻ്റേതല്ല. ഞാൻ ആദ്യമേ തന്നെ ബഹുമാനായ MP-യോട് എനിക്ക് പറയാനുള്ളത്, ഇത് കോൺഗ്രസിന്റെ സമരമാണ്, കോൺഗ്രസ്സാണ് ഈ സമരം നയിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങളത് കേട്ടതിന്റെ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പഞ്ചാബിൽ നിന്ന് തുടങ്ങി പൊരിവെയിലത്ത് അദ്ദേഹം ട്രാക്ടറിൽ നടത്തിയ സമരത്തെ ഹരിയാന അതിർത്തിയിൽ മനോഹർലാൽ ഖട്ടർ എന്ന് പറയപ്പെടുന്ന RSSന്റെ മുഖ്യമന്ത്രി തടയാൻ ശ്രമിക്കുകയും 5000 മണിക്കൂർ നിന്നിട്ടായാലും ഹരിയാനയിൽ കയറുമെന്ന് വാശി പിടിക്കുകയും അവസാനം ഹരിയാന അതിർത്തി തുറന്നു കൊടുക്കേണ്ടി വരികയും ആ സമരം, ട്രാക്ടർ സമരത്തെ പിന്നെ ഇരിക്കാൻ സീറ്റുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയും അമിത്ഷായും കളിയാക്കുകയും ചെയ്ത രാഷ്ട്രീയത്തെ ഞാൻ അഡ്രസ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തെ പേരെടുത്ത് പറഞ്ഞ് മോദി ഈ കൊച്ചു കേരളത്തെ 20 അല്ലെങ്കിൽ രാജ്യസഭയും കൂടെ ചേർത്ത് 29 MP-മാർ മാത്രമുള്ള ഈ കൊച്ചു സംസ്ഥാനത്തെ ഭയപ്പാടോടുകൂടി മോഡി രാഷ്ട്രീയമായി എതിർക്കുന്ന കാഴ്ച ഏത് കോണിൽ വെച്ചാണ് താങ്കൾ അളക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് നരേന്ദ്രമോദി എന്ന് പറയാനൊന്നും ഒരു പേടിയില്ല ജിംഷാദേ. ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് പറയും നരേന്ദ്രമോദി എതിർക്കും, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ന് ഞങ്ങൾ പറയും, നരേന്ദ്രമോദിയുടെ കാർഷിക നിയമം, നരേന്ദ്രമോദിയുടെ കരിനിയമം എന്ന് പറയാൻ ഞങ്ങളുടെ ആരെ മൂക്ക് ചെത്തത്തില്ല നരേന്ദ്രമോദി. RSSനോട് ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങളിന്ന് പറഞ്ഞു, ഞങ്ങൾ കൂടി ഐക്യകണ്ഠേന പാസ്സാക്കപ്പെടുന്ന നിയമത്തിൽ നരേന്ദ്രമോദി ഭരണകൂടമെന്ന് പറയണമെന്നൊരു വാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ അത് കേന്ദ്രമെന്ന് മതിയല്ലോ, അതങ്ങ് വ്യാഖ്യാനിച്ചു കൊണ്ടാൽ മതി എന്ന് പറയുന്ന ആ ലാഘവത്വവും ഞങ്ങൾക്കറിയാം. അതിൻ്റെ പിന്നിലുള്ള ഹിഡൻ അജണ്ടയും ഞങ്ങൾക്കറിയാം. ഞാൻ അത്രയെ കുറിച്ച് പറയുന്നുള്ളൂ. ബഹുമാനായ ശ്രീ MP അറിയേണ്ടത്, ഞങ്ങളുടെ ഗവൺമെൻറ് പാസ്സാക്കി പഞ്ചാബിൽ ഞങ്ങൾ നരേന്ദ്രമോദി എന്ന് തന്നെ പറഞ്ഞ് ഞങ്ങളുടെ പഞ്ചാബിലെ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് നരേന്ദ്രമോദിക്കെതിരാണ് നിയമം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ. ഞങ്ങളുടെ രാജസ്ഥാനിൽ
പിന്നെ അശോക് ഗെഹ്ലോട്ട് നരേന്ദ്രമോദിക്കെതിരായ പ്രമേയം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനുശേഷം പത്രസമ്മേളനം നടത്തിയത്. നിങ്ങൾക്കത് യൂട്യൂബിൽ കയറിയാൽ നോക്കിയാൽ അറിയാൻ കഴിയും. സംസാരിക്കാൻ കൊടുത്തിട്ട് കോൺഗ്രസിനകത്ത് ഇടപെടില്ല. താങ്കളുടെ പ്രതികരണ സമഗ്രമാകാൻ ആഡ് ചെയ്യണ്ടേ? പ്രേക്ഷകൻ ഇത് കാണുന്ന പ്രേക്ഷകൻ ഞാൻ അതിന്റെ പ്രതിനിധീകരണം വേണ്ടേ എനിക്ക്? പറയൂ, താങ്കൾ പറയൂ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇരുന്നാൽ പോരെ. ഞാൻ ചോദിക്കുന്നത് അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തരത്തിലൊരു വാദമുണ്ടോ? ശരിയാണ്, ഇന്ന് കോവിഡ് ബാധിച്ചത് കൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് സഭയിലെത്താനായില്ല. VS അച്യുതാനന്ദന് ശാരീരികമായ അത്ര കണ്ട് സുഖമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് സഭയിലെത്താനായില്ല. പക്ഷേ MK മുനീറും ഇന്ന് സഭയിലെത്തിയിരുന്നില്ല. അതിൻ്റെ കാരണം എന്തെന്ന് എനിക്കറിയില്ല, താങ്കൾക്ക് വിശദീകരിക്കാം. പക്ഷേ ഇവിടെ നോക്കൂ, താങ്കൾ ഈ പറഞ്ഞ ഷഫീറിന് ശരിയാണ്, ഈ ആർജവമുണ്ട്, ഈ ഷാർപ്പ്നെസ് ഉണ്ട്, ഈ പഞ്ചുണ്ട്. താങ്കളുടെ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഈ പഞ്ചുണ്ടോ? മോദിക്കെതിരെ കൃത്യമായി പറയുന്നുണ്ടോ? കേന്ദ്ര സർക്കാർ എന്നത് വീട്ടിലിരിക്കുന്ന ആള് കോവിഡ് ബാധിച്ച് നെഗറ്റീവായിട്ട് ഇപ്പൊ വീട്ടിൽ അല്ല, ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞല്ലോ. ഞാൻ നിങ്ങളോട് പറയാം, രമേശ് ഒരു ഒറ്റ ഉദാഹരണം പറയാം. രമേശ് ചെന്നിത്തലയ്ക്ക് ആർജവമുണ്ടോ ആർജവമില്ലെന്നുള്ള കുറിച്ച് ഒരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിന്റെ പഞ്ചായത്ത് പെരുന്തുറയാണ്, തൃപ്പരുന്തുറ, ചെങ്ങന്നൂരിന്റെ അടുത്തുള്ള തൃപ്പരുന്തുറ. അവിടെ കോൺഗ്രസ് ക്ഷീണിച്ചു, പിന്നെ ഒറ്റകക്ഷി BJP വന്നു. BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഞങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തവരാണ്. നിങ്ങൾ അത് ആലോചിക്കണം. അതാണ് ഞങ്ങൾക്ക് ഫാസിസത്തിനെതിരെയുള്ള നിലപാട്. എന്നാൽ തിരിച്ച് കോൺഗ്രസിന് ചെയ്തില്ലെങ്കിലും വേണ്ടൂല, BJP ഭരിച്ചോട്ടെ എന്ന് പറഞ്ഞ പഞ്ചായത്തിന്റെ കണക്ക് ഈ ഡയറിക്കകത്തിരിപ്പുണ്ട്. വേണമെങ്കിൽ അജീഷ് അതിനോട് അതാണ് ചർച്ചയ്ക്ക് ഞാൻ വായിക്കാം. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ഫാസിസത്തിനെതിരായിട്ടുള്ള ഇതൊന്നും പറഞ്ഞുകൊണ്ട് പറയണ്ട. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്ഥലത്ത് മാത്രമാണ്. കാരണം SDPIയുടെയും BJPയുടെയും ഒക്കെ പിന്തുണയിൽ, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയിൽ ഭരിച്ച ലിസ്റ്റ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്റെ ഈ കമ്പ്യൂട്ടറിൽ ഇരിപ്പുണ്ട്. ഞാൻ അത് നൽകാം. അതുകൊണ്ട് ചർച്ച വഴിതെറ്റിക്കണ്ട. ശ്രീ ഷഫീർ, എന്റെ ചോദ്യം ഇതാണ്, കാർഷിക നിയമത്തിലേക്ക് എത്തൂ. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ അടരാടുന്ന, നിയമസഭയിലടക്കം അടരാടുന്ന BJPയുടെ ഏക അംഗത്തെ പോലും ആ എതിർപ്പിലേക്ക് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ച കേരളത്തിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ താങ്കൾ ചോദ്യം ചെയ്തു. അതിനുള്ള മറുപടി KK രാഗേഷ് തരട്ടെ. എൻ്റെ ചോദ്യം ഇതാണ്, ഈ കരിനിയമം എന്ന അർത്ഥത്തിൽ മോദിയെ ആ അർത്ഥത്തിൽ വിമർശിക്കാനും അങ്ങനെ രംഗത്തെത്താനും നിങ്ങളുടെ ദേശീയ നേതൃത്വം പരാജയപ്പെടുന്നു, നിങ്ങളുടെ സംസ്ഥാന നേതൃത്വം പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, ഗവർണറുടെ വിമർശനങ്ങളെ തന്നെ എടുക്കാം. ഗവർണറെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന രീതി രാജ്യത്ത് അനുവദിച്ചു കൊടുത്തത് ആരാണ്? കോൺഗ്രസ് അല്ലേ? ഗവർണർ റാവുവിന്റെ റിപ്പോർട്ട് അടക്കം പരിശോധിക്കും. രാംദുലാരി സിൻഹ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നയനാരുടെ കാലത്താണ് ഇങ്ങനെ രാംദുലാരി സിൻഹ. അപ്പോ അവർ പോലും ആ അർത്ഥത്തിൽ സർക്കാരിനെതിരെ കേന്ദ്രത്തിന്റെ ഭാഗഭാക്കായി അക്രമം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ജനാധിപത്യ ധ്വംസനം നടത്തിയിട്ടുണ്ട്. ആ ശീലം രാജ്യത്ത് ഇട്ടുകൊടുത്തത് ആരാണ്? ഏറ്റവും വലിയ ജനാധിപത്യവാദിയായ നെഹ്റുവിനെ കൊണ്ടുപോലും കോൺഗ്രസ് അത്തരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണത്തെ പിരിച്ചുവിട്ടു. ഇങ്ങനെ ജനാധിപത്യ ധ്വംസനത്തിന്റെ കീഴ്വഴക്കം, ആ സാധ്യത BJP ഉപയോഗിക്കുന്നതിലേക്ക് പോയത് എങ്ങനെയാണ്? അതിന് രാജ്യത്ത് മാതൃകയും പന്ഥാവും തെളിയിച്ചു കൊടുത്തത് ആരാണ്? അതുകൂടി പറയൂ ഷഫീർ, അതുകൂടി ഒന്ന് പറയാം. ഞാൻ സമഗ്രമായി പറയാം. താങ്കൾ ഇങ്ങനെ പറഞ്ഞ് ഒരു പോയിന്റ് പോലും പൂർത്തിയാക്കാൻ പറ്റാത്തവണ്ണം ഇടപെടരുത്. ഒന്ന്, ഗവർണർക്കെതിരെ ഞങ്ങൾക്ക് നിലപാടെന്താ? ഈ ഗവർണറോട് ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ ഗവർണർക്കെതിരായി പ്രമേയം പാസ്സാക്കി, ഞങ്ങൾ പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയം വോട്ടിനിട്ടുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഗവർണർക്ക് കൊട്ടുകൊടുക്കുന്നതിന് പകരം ആ ഗവർണറുടെ പ്രമേയത്തിനെ എതിർത്ത് ഞങ്ങളുടെ പ്രമേയത്തെ പരാജയപ്പെടുത്തി ഗവർണറോടൊപ്പം നിന്നതാരെന്ന് ആ കഴിഞ്ഞ ഡിസംബർ മാസം 21-ാം തീയതിക്ക് ശേഷമുള്ള നിയമസഭാ റെക്കോർഡും ജനങ്ങൾക്ക് പറയാം. അന്ന് നിങ്ങൾ ഗവർണറോടൊപ്പമായിരുന്നു. ഇന്ന് ഞങ്ങളുടെ നിലപാടെന്താ? ഞങ്ങൾ പറയുന്നു, നരേന്ദ്രമോദി എന്ന് തന്നെ, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ കാർഷിക നയമെന്ന് പറയാൻ എന്താണ് നിങ്ങളുടെ തടസ്സം എന്നെൻ്റെ ചോദ്യം
കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ അല്ലേ കേന്ദ്രത്തിലുള്ളത്? അവർക്കെതിരെ അല്ലേ പ്രമേയം പാസ്സാക്കിയത്? ഞാൻ ചോദിച്ചോട്ടെ, എന്റെ സംശയം അതാണ്. പിന്നെ ആർക്കെതിരെയാണ്? നരേന്ദ്രമോദി എന്ന പേര് പറയണമെന്ന് പൈങ്കിളി വൽക്കരിക്കുന്ന കോൺഗ്രസ്. അതായത് നോക്കൂ, ഇതിലെ വൈരുദ്ധ്യം എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ. അതായത് കർഷകൻ, മണ്ണിൽ പണിയെടുക്കുന്നവൻ, അന്നദാതാക്കൾ, അവരുടെ ജീവൽ പ്രശ്നം, അവരുടെ അന്നം മുട്ടിക്കുന്ന പരിപാടികൾക്കെതിരെ അസ്ഥി കോച്ചുന്ന തണുപ്പത്ത് തെരുവീതിയിൽ പണിയെടുക്കുമ്പോൾ ഈ ഇരിക്കുന്ന രാകേഷ് അടക്കം, കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ MP അടക്കം അവിടെ പോയി അവരുടെ സമരങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നു, അടികൊള്ളുന്നു. ഈ അർത്ഥത്തിൽ പെരുമാറുമ്പോഴാണ് ഇത് വല്ലാതെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു പോകുമെന്ന് ഭയപ്പെട്ട് രാഹുൽ ഗാന്ധി അവിടെ പോകാതിരുന്നു എന്ന് പറഞ്ഞ ഷഫീറാണ് പറയുന്നത് കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കിയപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ എന്ന് പറഞ്ഞില്ലെന്ന്. അതിന്റെ യുക്തി എനിക്ക് പിടികിട്ടുന്നില്ല. പ്രേക്ഷകർക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഞാൻ അല്പം കൂടെ തീർത്ത് പറയാം നിങ്ങളോട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങൾക്ക് ഭരണമുള്ള രാജസ്ഥാനിൽ ഞങ്ങൾ നിയമം പാസാക്കി. വെറുതെ പ്രമേയത്തിൻ്റെ ഓലപ്പാമ്പിൽ മാത്രം നിന്നില്ല. ഞങ്ങൾക്ക് ഭരണമുള്ള പിന്നെ പഞ്ചാബിൽ ഞങ്ങൾ നിയമം പാസ്സാക്കി. നിങ്ങൾ നിയമം കൊണ്ടുവരും, നിങ്ങൾ ബദൽ നിയമം കൊണ്ടുവരണം. ബദൽ നിയമം കൊണ്ടുവന്നാൽ ഇത് കൃഷി എന്ന് പറയപ്പെടുന്ന സ്റ്റേറ്റ് കാര്യമായതുകൊണ്ട് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിൽ അയക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു അതിന്റെ ബദൽ നിയമത്തിന്റെ സാധുത പരിശോധിക്കും. അത് ബദൽ നിയമം കൊണ്ടുവരുമെന്നാണ് അതിന്റെ അർത്ഥം. സുപ്രീം കോടതി ഇതിന്റെ മുമ്പ് തന്നെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു നിയമപരമായ യുദ്ധത്തിലേക്ക് ഇതിനെതിരെ. ഞങ്ങൾ പ്രമേയത്തിൽ മാത്രം നിന്നവരല്ല, ഞങ്ങൾ അല്പം കൂടി കടന്ന് ബദൽ നിയമം ഉണ്ടാക്കിയവരാണ് കോൺഗ്രസ് എന്ന്. രാഷ്ട്രീയ പ്രതിരോധത്തിന് അദ്ദേഹം പറയട്ടെ. ഇനി അദ്ദേഹത്തിനോട് പറഞ്ഞുതരാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ലേ റിപ്പീൽ ഓൾ ദി റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഈ നിയമത്തിന്റെ വക്താക്കളാണ്. ബഹുമാനായ MP ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ സെക്ഷൻ 3 ഞങ്ങൾ ഏതെങ്കിലും ഞങ്ങളുടെ പ്രകടന പത്രികയിൽ എവിടെയെങ്കിലും ഞങ്ങൾ താങ്ങുവില ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. അവശ്യ വസ്തു സ്ഥാപനത്തിൻ്റെ നിയമം അത് യുദ്ധകാലത്ത് മാത്രമായി പരിമിതപ്പെടുത്തും, അല്ലെങ്കിൽ ക്ഷാമകാലത്ത് മാത്രമായി പരിമിതപ്പെടുത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞു. വില എത്ര തന്നെ കൂടിയാലും അതിൻ്റെ ഗുണം കർഷകർക്ക് കിട്ടില്ല എന്ന സെക്ഷൻ 7 കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. ഇനി തർക്കപരിഹാരത്തിന് നിങ്ങൾ കളക്ടറുടെ മുമ്പിലേക്ക് പോയാൽ മതി, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക് പോയാൽ മതി. പറയാം. ഇനി കൃഷിക്കാരനാണ് അങ്ങോട്ട് പണം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അവന് ജപ്തി. എന്നാൽ കമ്പനികൾക്കാണ് പണം കൊടുക്കേണ്ടതെങ്കിൽ 50% പെനാൽറ്റി മാത്രം എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇനി നിങ്ങളുടെ സെക്ഷൻ 11 അനുസരിച്ച് ഞാൻ പറഞ്ഞത് സെക്ഷൻ 9 സെക്ഷൻ 11 സെക്ഷൻ 13 7 നിയമങ്ങൾ പറഞ്ഞു, 7 വകുപ്പുകൾ പറഞ്ഞു. ആ 7 വകുപ്പുകളും കൊണ്ടുവന്നതിന് ശേഷം ഇതിന്റെ എല്ലാത്തിന്റെയും പിറകിൽ കോൺഗ്രസ് ആണ് നിങ്ങൾ വരുത്തരുത്. നിങ്ങൾ ഇവിടെ RSSനെ ലഘൂകരിച്ചു കൊടുക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. നിങ്ങൾ ഇങ്ങനെ പറയൂ, കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ലിബറൽ നിയമമല്ല കോൺഗ്രസ് ഉദ്ദേശിച്ചത്. താങ്ങുവിലയെ സംബന്ധിച്ചും വിലസ്ഥിരതയെ സംബന്ധിച്ചും കൺസെന്റിനെ സംബന്ധിച്ചും നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചും തർക്കപരിഹാരം സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിവക്ഷ ഇതല്ല. ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അത് ഞങ്ങളുടെ നിയമമല്ല. ഞങ്ങൾക്കെതിരെ തിരിച്ചുവിടാൻ വരേണ്ടതില്ല എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായി വായിച്ച ഒരാളെന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. രാകേഷ്, ഞങ്ങളുടെ നിയമം ഇങ്ങനെയല്ല ഷഫീർ പറയുന്നു. ഈ ഗവർണറെ കുറിച്ചും മറ്റും കാര്യങ്ങളിലേക്ക് ഞാൻ എത്താം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിമർശനം. അതിനു മുമ്പ് താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള ഷഫീറിൻ്റെ മറുപടി. ഞങ്ങളുടെ നിയമം ഇങ്ങനെയല്ല, ഇത് ഞങ്ങളുടെ നിയമമല്ല, ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കരുത് പാവം കോൺഗ്രസിനെ. ഇതാണ് അതിന് മറുപടി കൊടുക്കൂ, മറുപടി ഉണ്ടെങ്കിൽ. അജിംസാദ്, ഞാൻ ഒന്നുകൂടി ഞാനിത് വായിക്കാതെ നിർവാഹമില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് വിൽ റിപ്പീൽ ദ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? APMC ആക്ട്. APMC ആക്ട് ആണ് മണ്ഡി സമിതികളെ ഉണ്ടാക്കിയത്. APMC ആക്ട് അനുസരിച്ചാണ് മണ്ഡി സമിതികൾ നിലവിൽ വരുന്നത്. അപ്പം മണ്ഡി സമിതികൾ ഉണ്ടാക്കിയിട്ടുള്ള APMC ആക്ട് റദ്ദാക്കും ഷഫീർ. രണ്ടാമത്തത്, മേക്ക് ട്രേഡ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്
ഇൻക്ലൂഡിംഗ് എക്സ്പോർട്സ് ആൻഡ് ഇന്റർസ്റ്റേറ്റ് ട്രേഡ് ഫ്രീ ഫ്രം ഓൾ റെസ്ട്രിക്ഷൻസ്. ഇതെവിടെ പറഞ്ഞിരിക്കുന്നത്? എന്നാ ഇതിന്റെ അർത്ഥം? ഇതിൽ താങ്ങുവിലയില്ലെന്നുണ്ടോ? അതായത് എന്താ ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്? ഇതിൽ താങ്ങുവിലയില്ലെന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ഒരു മിനിറ്റ് പറയുന്നത് കേൾക്കൂ. ഇതിൽ അവശ്യ നിയമത്തിന്റെ കാര്യം എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ശ്രീ രാകേഷ് പറയൂ. അങ്ങേക്ക് ഒരു അല്പം ഒരു മാന്യത ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇടപെടാതിരിക്കുക. അങ്ങ് സംസാരിക്കും, ഞാൻ ഇടപെട്ടില്ല. ഞാൻ പറയുന്ന സമയത്ത് അങ്ങ് വല്ലാതെ ബേജാറാവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടപെടുന്നത്. അതുകൊണ്ട് ഇടപെടാതിരിക്കുക. അങ്ങ് ക്ഷമയോടെ കേൾക്കുക. അതായത് ഈ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമത്തിൽ താങ്ങുവില ഇല്ലാതാക്കും എവിടെയും പറഞ്ഞിട്ടുണ്ടോ? മണ്ഡി സമിതി ഇല്ലാതാക്കും എവിടെയും പറഞ്ഞിട്ടുണ്ടോ? FCI സംഭരണം ഇല്ലാതാക്കും എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ ഇല്ലാതാകും. എന്തുകൊണ്ടാണ് ഇല്ലാതാവുന്നത്? എന്താ ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്? ഫ്രീ ട്രേഡിന് തടസ്സമായി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ളത്. ഒന്നാമത്തെ കാര്യം, താങ്ങുവില നൽകി ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുന്ന FCI ആണ്. ആ FCI 2013-14 ഘട്ടത്തിൽ നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് എഴുതി വെക്കുക, നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് FCIക്ക് സബ്സിഡി ഇനത്തിൽ 44,000 കോടി രൂപ നൽകാൻ ബാക്കിയുണ്ടായിരുന്നു. അന്നേ ഞങ്ങൾ പറഞ്ഞു FCI ഇതാ, ശാന്തകുമാർ കമ്മീഷൻ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പിന്നീട് വന്നു, FCI ഇതാ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. നിങ്ങൾ അന്ന് ഗോഡൌണുകൾ ഉൾപ്പെടെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ സ്ഥലം ഉൾപ്പെടെ ലീസിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. 44,000 കോടി രൂപയെ FCIക്ക് സബ്സിഡി ഇനത്തിൽ കുടിശ്ശിക വരുത്തി. നിങ്ങൾ ചെയ്ത കാര്യം അതിനേക്കാൾ ശക്തമായി ഇപ്പോൾ BJP നടപ്പിലാക്കുകയാണ്. ഇപ്പം എത്രയാണ് കുടിശ്ശിക എന്നറിയോ? 4 ലക്ഷം കോടി രൂപ. നിങ്ങളെക്കാൾ വളരെ വലിയ കേമന്മാരാ അവർ. 4 ലക്ഷം കോടി രൂപ. അതിന്റെ കൂടെ തന്നെ രാജ്യത്തെ വിവിധ FCIയുടെ ഗോഡൌണുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഇനി സംഭവിക്കുന്ന എന്താ? FCIയെ ബഫർ സ്റ്റോക്കിന് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തിയാൽ മതിയെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതുവഴി FCIയുടെ ഈ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുക എന്നുള്ള ചുമതല ഇല്ലാതാകും. അതാണ് ഒരു ഭാഗത്ത് സംഭവിക്കുന്നത്. മറുഭാഗത്തോ മണ്ഡി സമിതികൾ ഇല്ലാതാകും. മണ്ഡി സമിതികൾ എങ്ങനെ ഇല്ലാതാകുന്നതെന്ന് വെച്ചാൽ, സ്വകാര്യ മണ്ഡികളും സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് തോന്നിയതുപോലെ റെസ്ട്രിക്ഷൻ ഇല്ലാതെ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കാൻ വേണ്ടി അവസരം കിട്ടുന്നതോടുകൂടി എങ്ങനെയാണോ ജിയോ നമ്മുടെ BSNL തകർത്തത്, സമാനമായ വിധത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മണ്ഡി സമിതികൾ ഇല്ലാതാകും. മണ്ഡി സമിതികൾ ഇല്ലാതായാൽ കോർപ്പറേറ്റുകൾക്ക് തടസ്സമില്ലാതെ, തടസ്സം എന്ന് പറയുന്ന വാക്ക് 2-3 വട്ടം ഞാൻ ഉപയോഗിക്കുകയാണ്, റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ കർഷകരിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ കൈയടക്കാൻ കഴിയും. അങ്ങനെ കൈയടക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ റെസ്ട്രിക്ഷനും ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമം എന്ന് പറഞ്ഞാൽ. പിന്നെ പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ ആ പ്രകടന പത്രികയിൽ സെക്ഷൻ 5, സെക്ഷൻ 4, സെക്ഷൻ 3 എന്നൊന്നും എഴുതി വെക്കില്ല. ശ്രീ ഷഫീർ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥം ഇതാണ്. നിങ്ങളുടെ ആ ഘട്ടം മുതലുള്ള നയമെടുത്ത് പരിശോധിക്കൂ. നിങ്ങൾ ആരെങ്കിലും നേരത്തെ നിങ്ങൾ തുടങ്ങിയിട്ടുള്ള ഉദാരവൽക്കരണ നയങ്ങൾ, ഞങ്ങളിത് ആ നയം ഉപേക്ഷിച്ചിരിക്കുന്നു, ഞങ്ങൾ ആ നയം ഉപേക്ഷിച്ച് ഞങ്ങൾ കർഷകരുടെയും തൊഴിലാളികളുടെയും പക്ഷത്ത് നിൽക്കുന്നു, അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കുക. നിങ്ങൾ പറയുന്നത് ഞങ്ങളങ്ങനെ ചെയ്തില്ലെന്നാ. നിങ്ങളാ ഉദാരീകരണ നയം ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. നിങ്ങളാണ് റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം ഒഴിവാക്കിയത്. നിങ്ങളാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചുങ്കം ഒഴിവാക്കി കർഷക ആത്മഹത്യ 4 ലക്ഷത്തോളം കർഷകരുടെ ആത്മഹത്യക്ക് ഉത്തരവാദി നിങ്ങളാണ്. ആ നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇത് പ്രകടന പത്രികയിൽ എഴുതി വെച്ചത്. അതേ കാര്യം കൂടുതൽ ശക്തമായി നരേന്ദ്രമോദി നടപ്പിലാക്കുന്നു. ഷഫീർ, അതുകൊണ്ടാണ് ലോകസഭയിൽ നിങ്ങൾക്ക് ഇതിനെ എതിർക്കാൻ വേണ്ടി കഴിയാത്തത്. അതുകൊണ്ടാണ് ഭേദഗതി പോലും കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയാതെ പോയത്. അത് വ്യക്തമാണ് രാകേഷ്. അതായത് ഷഫീർ ഉന്നയിച്ച മറ്റൊരു കാര്യം, ഗവർണറെ വിമർശിക്കുന്നതിൽ നിങ്ങളുടെ കേരളത്തിലെ സർക്കാരിന് മൂർച്ച പോരാ ഗവർണറെ വിമർശിക്കുന്നതിന്. ഒപ്പം കേന്ദ്ര സർക്കാരിനെ മോദി സർക്കാർ എന്ന അർത്ഥത്തിൽ എടുത്ത് വിമർശിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു. ഇത്യാദി ആരോപണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഷഫീർ മുമ്പോട്ട് വെക്കുന്നു, കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്നു. അജിഷാദേ, ഇത്തരം ബാലിശമായ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വളരെ വളരെ ബാലിശമായ വാദമല്ലേ അത്? പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല ഉപയോഗിക്കുന്ന വാക്ക് തന്നെ, അല്ലെങ്കിൽ വാചകം തന്നെ മുഖ്യമന്ത്രി ഉപയോഗിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നതിനാ? കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ സർക്കാരാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ മോദി സർക്കാർ തന്നെയല്ലേ? അത് ആർക്കാണ് അറിയാത്തത്? ഇങ്ങനെ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണോ ഇതിനെ നേരിടാൻ വേണ്ടി പോകുന്നത്? ഇത്തരത്തിലുള്ള വാദങ്ങൾ നിങ്ങൾ ഇനിയും തുടർച്ചയായി അവതരിപ്പിച്ചോളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇനിയും പറഞ്ഞിട്ട് ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ BJPയെ നേരിടുന്ന കാര്യത്തിൽ നിങ്ങളാണോ ഞങ്ങളാണോ മിടുക്ക് കാണിക്കുന്നത് എന്നുള്ളത് ഈ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. ജനങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ലോകസഭയിൽ
ഏറ്റവും പ്രധാനപ്പെട്ട NIA നിയമ ഭേദഗതി വന്നു. ആ ഭേദഗതി വന്നപ്പോൾ അമിത്ഷാ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ ഇതിനെ എതിർക്കുന്നത് തീവ്രവാദികളെ സഹായിക്കാൻ വേണ്ടിയല്ലേ, ഭീകരരുടെ കൂടെയല്ലേ എന്ന് നിങ്ങളെന്ന് പറഞ്ഞ ഉടനെ തന്നെ പേടിച്ചരണ്ട് അവിടെ ഇരുന്നിട്ട് ആ നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്തവരാ നിങ്ങൾ. അതാ നിങ്ങളുടെ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം. UAPA ഭേദഗതി വന്നു. ആ ഘട്ടത്തിലും അമിത്ഷാ വിറപ്പിച്ചപ്പോൾ വിറച്ച് അവിടെ ഇരുന്നവരാണ് നിങ്ങൾ. അതാ നിങ്ങളുടെ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം. എന്തിന് CAA-ക്കെതിരായിട്ട് രാജ്യത്താകെ അതിശക്തമായ പ്രക്ഷോഭ സമരം ഉയർന്നു വന്നപ്പോൾ എവിടെ കോൺഗ്രസ്? രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ചെങ്കൊടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സമരങ്ങളിലൊക്കെ ചെങ്കൊടി കണ്ടിട്ടുണ്ടാവും. സീതാറാം യെച്ചൂരിയെയും ബൃന്ദാ കാരാട്ടിനെയും കണ്ടിട്ടുണ്ടാവും. കോൺഗ്രസിനെ കണ്ടോ? ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് സീതാറാം യെച്ചൂരിയുടെയും ബൃന്ദാ കാരാട്ടിൻ്റെയും പേരാണ് കുറ്റപത്രത്തിൽ എഴുതി ചേർത്തത്. അവിടെ കോൺഗ്രസിൻ്റെ പേര് കണ്ടോ? എന്തുകൊണ്ടാ? ഞങ്ങൾ പേടിച്ചുകൊണ്ടാണോ? ഞങ്ങൾ BJP പേടിച്ചുകൊണ്ടാണോ? ഞങ്ങൾ BJP പേടിക്കുന്ന പോലും ഇപ്പോഴും ആ അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും. രാജ്യത്ത് കർഷകരുടെ ആകെ കൂട്ടായ്മ ഡെവലപ്പ് ചെയ്യും. ഹിന്ദുസ്ഥാൻ ടൈംസ് കഴിഞ്ഞ ദിവസം ഒരു എഡിറ്റ് പേജിൽ ലേഖനം എഴുതി, അങ്ങ് വായിച്ചു നോക്കണം. കർഷകരുടെ ഐക്യം എന്ന് പറയുന്ന ആശയം മൂട്ട് ചെയ്ത പ്രസ്ഥാനം കിസാൻ സഭയാണ് എഴുതിയിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ്. ദേശീയ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങ് കേട്ടിട്ടുണ്ടാവും മഹാരാഷ്ട്രയിലുള്ള ലോങ് മാർച്ച് അത് നടത്തിയത് കിസാൻ സഭയാണ്. ഞങ്ങൾ ജയിക്കുന്നൊന്നുമല്ല, പക്ഷേ ജനങ്ങളുടെ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രക്ഷോഭ സമരം നടത്തുമ്പോൾ ആ പ്രക്ഷോഭ സമരത്തിന്റെ മുന്നിൽ നിങ്ങൾ എവിടെയും ചെമ്പതാക കാണും, പക്ഷെ പലയിടത്തും നിങ്ങളുടെ കൊടി ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള മാർച്ച് ഞാൻ ചോദിക്കട്ടെ, ജൂൺ മാസം 6-ാം തീയതിയാ കർഷക സമരം തുടങ്ങിയത്. അങ്ങ് ഓർക്കണം, ജൂൺ 6-നാണ് കർഷക സമരം. കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ 6-ന് 5-ന് ഓർഡിനൻസ് വന്നപ്പോൾ 6-ന് സമരം. അതിൻ്റെ ഭാഗമായി ഒക്ടോബർ 3-ന് പിന്നീട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒക്ടോബർ 3-ന് ചേർന്ന് നടന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു ട്രാക്ടർ മാർച്ച് കാണിച്ചിട്ട് അതാണ് പോലും കർഷക സമരത്തെ ബൂസ്റ്റ് ചെയ്തത്, അതാണ് പോലും കർഷക സമരത്തെ ഇങ്ങനെ ഈ നിലയിലേക്ക് മാറ്റിയത് എന്നൊക്കെ അവകാശവാദം പറയുമ്പോൾ അതിനെ എനിക്ക് വിമർശിക്കണ്ടേ ഷഫീറെ? അത് ശരിയാണെന്ന് അംഗീകരിക്കാൻ പറ്റുമോ? ഞാൻ ഈ സമരത്തിൽ മിക്കവാറും ദിവസങ്ങളിൽ അവിടെ ഉള്ള ഒരാളാണ്. ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുമ്പോഴെങ്കിലും അങ്ങ് ഇമാതിരി വർത്താനം ദയവ് ചെയ്ത് പറയാതിരിക്കുക. പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബില്ല് വന്നപ്പോൾ അതിനെതിരായി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു MP യാണ് ഞാനും വളവര കരീം ഉൾപ്പെടെയുള്ള MP-മാർ. അതുകൊണ്ട് ഞങ്ങൾ ഭീരുക്കളും നിങ്ങൾ വലിയ ധൈര്യവന്മാരും നിങ്ങൾ BJP-ക്കെതിരായിട്ട് പോരാടുന്നവരുമെന്ന് സ്വയം ഇങ്ങനെ മേനി പറയാതിരിക്കുക. ഞങ്ങൾ ഇരിക്കുമ്പോഴെങ്കിലും അത് ചെയ്യാതിരിക്കുക. ശ്രീ ഷഫീറിന് എല്ലാ കാര്യത്തിലും മറുപടി കിട്ടിയെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അല്ല, അങ്ങനെ താങ്കൾ ചോദിച്ചതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. എനിക്ക് പറയാനുള്ള ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചുരുക്കിയെന്ന് പറയും. കാരണം അതിനകത്ത് ഒരു കാര്യമുള്ളൂ. ഞങ്ങളുടെ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും പറഞ്ഞുകൊണ്ടാണ് എന്നെ കോട്ട് ചെയ്തത് ബഹുമാനായ ശ്രീ രാകേഷ്. ഞങ്ങൾ ആഗോളവൽക്കരണം ഞങ്ങൾ അനുകൂലിച്ച സംഘടന തന്നെയാണ്. ആഗോളവൽക്കരണത്തിന് മനുഷ്യമുഖം നൽകണമെന്ന് പറഞ്ഞ പാർട്ടിയാണ് ഞങ്ങൾ. ഞങ്ങളുടെ ചിന്ദ്വാഡയിലെ പാർട്ടി കോൺഗ്രസ് അങ്ങനെ തീരുമാനമെടുത്തതാണ്. ആഗോളവൽക്കരണത്തിന് മനുഷ്യമുഖം നൽകുക എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് മുഴുവൻ തെറ്റാണെന്നുള്ള സമീപനം നിങ്ങൾക്കുമില്ലല്ലോ. നിങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് CPM ബംഗാളിൽ ഇല്ലാതായതെന്നറിയോ? നിങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ സിംഗൂരിൽ സലിം ഗ്രൂപ്പിന് വേണ്ടിയും നന്ദിഗ്രാമിൽ ടാറ്റയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾ നടത്തിയത് ആഗോളവൽക്കരണമല്ലേ? ഉദാരവൽക്കരണ കോർപ്പറേറ്റ് നയമല്ലേ? നിങ്ങളെ സിംഗൂരിന്റെ സമരത്തിൽ 11 പേരെ ആ സമരത്തിൽ കൃഷിഭൂമി ഏറ്റെടുക്കുന്ന കൃഷിക്കാരെ വെടിവെച്ച് കൊന്നു തുടങ്ങിയതല്ലേ അവിടുത്തെ നന്ദിഗ്രാമും സിംഗൂരും നടത്തി. അപ്പോൾ നിങ്ങൾക്ക് ഗുജറാത്ത് വികസന മാതൃക കോൺഗ്രസ് ഇല്ല രാകേഷേ. ഞാൻ പറഞ്ഞതിനങ്ങ് മറുപടി പറയൂ എന്റെ ഷഫീറെ. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഉദാരവൽക്കരണം കോൺഗ്രസിന്റെ തലയെവെട്ടിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ സിംഗൂരും നന്ദിഗ്രാമും സലി ഗ്രൂപ്പും ടാറ്റയും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റോ? കർഷകരെ വെടിവെച്ച് കൊന്നത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റോ? ഇനി നിങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ സ്വകാര്യവൽക്കരണത്തെ എതിർത്തു. എന്നാൽ നിങ്ങളുടെ നേതാവിന്റെ മക്കൾ ബംഗിംഹാമിൽ പഠിച്ചത് എനിക്ക് പറയേണ്ടി വരും. നിങ്ങൾ ചികിത്സയെയും കമ്പ്യൂട്ടറെയും എതിർത്തു. അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ കഥ എനിക്ക് പറയേണ്ടി വരും. നിങ്ങൾ ആഗോളവൽക്കരണത്തെയും കമ്പ്യൂട്ടറെയും എതിർക്കുകയും അതെല്ലാം ബ്ലൂ ചിപ്പോട് കൂടി നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്ത ചരിത്രം കേരളത്തിലുണ്ട്, ഇന്ത്യയിൽ. ആഗോളവൽക്കരണമെല്ലാം ആണ് കോൺഗ്രസ്, ഞങ്ങൾ ഇതിനെതിരാണ് എന്നൊന്നും നിങ്ങൾ വരുത്താൻ ശ്രമിക്കേണ്ട. നിങ്ങൾ എന്തിനെല്ലാം എതിർത്തിട്ടുണ്ടോ അതിനെല്ലാം ആശയപരമായി തന്നെ ശാസ്ത്രത്തിനൊപ്പം സഞ്ചരിക്കുന്നവരാണ്. RSSനെതിരെ നിങ്ങൾ പൗരത്വ സമരം നടത്തിയോ? ചോദ്യമാണ്. എന്റെ പൊന്നു സഹോദര, താങ്കൾ ഇടയ്ക്കിടയ്ക്ക് AKG ഭവനിൽ പോവല്ലോ. ഡൽഹിയിലെ AKG ഭവനിൽ RSSകാരന്മാർ വന്നിട്ട് ആ ചുവന്ന മഷിയുടെ മുകളിലേക്ക് എഴുതി ദിസ് ഈസ് ദ ഓഫീസ് ഓഫ് ദ പാകിസ്ഥാൻ ഇൻ ഇന്ത്യ എന്ന് എഴുതി വെച്ചു. അവിടുത്തെ ഓഫീസ് സ്റ്റാഫിനെ എടുത്തിട്ട് തല്ലി.
അന്ന് ഓടിയെത്തിയത് ആരെന്നറിയോ? നിങ്ങൾ ഇപ്പൊ പുച്ഛിച്ച രാഹുൽ ഗാന്ധിയാ. അന്ന് സഖാവ് സീതാറാം യെച്ചൂരിയുടെ അടുത്ത് വന്ന് ഐക്യത കാറ്റ് പ്രഖ്യാപിക്കാൻ AKG ഭവനിലേക്ക് നടന്നു വന്ന രാഹുൽ ഗാന്ധിയെ നിങ്ങൾ അപഹസിച്ചു. അന്ന് നിങ്ങളുടെ പാർട്ടി ഓഫീസറിനെതിരെ RSS ആക്രമണം അഴിച്ചു വിട്ടപ്പോ ചെറുക്കാൻ വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, രാഹുൽ ഗാന്ധിയാണ്. നിങ്ങൾക്കറിയോ ഹസ്രത്ത് അവിടെ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ചപ്പോൾ 365 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് അവിടെ എത്തിയപ്പോൾ പിടിച്ചു തള്ളിയിട്ടും അവിടെ പോരാട്ടം ദളിതുകൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തിയത് കോൺഗ്രസ് ആണ്. നിങ്ങൾക്കറിയോ NRC സമരം കേരളത്തിൽ വേറെ ഒന്നും വേണ്ടല്ലോ. NRC സമരത്തിനെതിരെ സുപ്രീം കോടതിയിൽ നേരിട്ട് കേസ് കൊടുത്ത നേതാവാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയാണ് കേരളത്തിന് വേണ്ടി ഇവിടെ നിങ്ങൾക്കറിയോ NRCക്കെതിരായി ഇന്ത്യൻ ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസിന് പോയത് രമേശ് ചെന്നിത്തലയാണ്. ആ കേസ് ഇപ്പോൾ നിലനിൽപ്പുണ്ട്, വക്കീൽ കപിൽ സിബലാണ്. നിങ്ങൾ ഇങ്ങനെ പറയൂ കോൺഗ്രസും ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് പകരം കോൺഗ്രസ് ഇല്ല ഞങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ചരിത്രം നിങ്ങൾക്ക് വാക്ക് തരത്തില്ല. ഒറ്റ കാര്യം കൂടി ഞാൻ ഈ ഘട്ടത്തിലൂടെ പറയാം. പഞ്ചാബിലെ കൃഷിക്കാരുടെ ജാഥ, ആ ജാഥ എന്തുകൊണ്ടാണ് RSS എതിർത്തത്? 43,000 കോടി രൂപയുടെ വിമാനത്തിൽ പറക്കുന്ന നമ്പർ 1 നമ്മൾ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്താണ്. ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്താണ്. അതിന് മറുപടി KK രാഗേഷ് പറയുകയും ചെയ്തു. ശ്രീ ഷഫീർ സീറ്റിൽ ഇരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി യാത്ര ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഷഫീർ കേരളത്തെ തന്നെ എടുത്തു പറഞ്ഞ് വിമർശിച്ചില്ലേ നരേന്ദ്രമോദി? അതിനെ താങ്കൾ എവിടെ കൊള്ളിക്കും? കേരളത്തെ വിമർശിച്ചാൽ അത് മാർക്സിസ്റ്റ് പാർട്ടി വിമർശിച്ചാവില്ലല്ലോ. കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിങ്ങളുടെ നമ്മുടെ എല്ലാവരുടെ കൂടെ. കേരളത്തെ വിമർശിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയൂ. അതിലേക്കെത്തും. ശരി, ഞാൻ മത്തങ്ങയെ കുറിച്ച്, അതായത് താങ്കൾ കാട് കയറുന്നു. ഞാൻ ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാം. രാജഗോപാൽ ഇന്ന് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം ചില കാര്യങ്ങളിലേക്ക് കൂടി പോകാം. രാജഗോപാലിൻ്റെ വാക്ക് ഈ നിലപാടായിട്ട് ഇഷ്ടമുണ്ടാവില്ലായിരിക്കും. ചിലത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ കോംപ്രമൈസൊക്കെ വേണം. നമ്മൾ പിടിച്ച മുയലിന് കൊമ്പ് 2 എന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. കോൺസൻസ് അനുസരിച്ചിട്ട് പോകണം. ഞാൻ ഈ പ്രമേയത്തിനെ അനുകൂലിച്ചു. അതാണ് ഈ പ്രമേയത്തെ അനുകൂലിക്കുന്നു എന്ന് പറയുന്നു. അവിടെയാണ് ഷഫീർ ശിവശങ്കർ എന്ന BJP നേതാവ് അടക്കം പറയുന്നത്. ഇപ്പോൾ കൈരളി ന്യൂസിൽ ബ്രേക്കിംഗ് പോകുന്ന ആ വാചകങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ട്വീറ്റ് ചെയ്തത് അടക്കം, അതായത് ലക്ഷണ പിശകാണ് രാജഗോപാൽ എന്നതിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അതായത് BJPയിൽ കൃത്യമായൊരു ഭിന്നത കാർഷിക നയവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിൻ്റെ ഇടപെടലിൽ രൂപം കൊള്ളുന്നു എന്നതാണോ കാണേണ്ടത്? അതോ രാജഗോപാലിൻ്റെ വ്യക്തിപരമായ, നേരത്തെയും അദ്ദേഹം പറഞ്ഞു അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് ശ്രീരാമകൃഷ്ണനും, അത് കഴിഞ്ഞ ഒരു സന്ദർഭത്തിൽ രാജഗോപാൽ പറഞ്ഞ പ്രതികരണമാണ്. അതിനെയാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങളെ എങ്ങനെ കോൺഗ്രസ് കാണുന്നു എന്ന് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇതൊക്കെ രാജഗോപാലിൻ്റെയൊക്കെ തന്ത്രമാണ്. രാജഗോപാൽ പ്രതിദാനം ചെയ്യപ്പെടുന്ന BJPയിലെ ഒരു ഫാക്ഷന് അവിടെ ഒരു അംഗീകാരവും കൊടുക്കാതെ സുരേന്ദ്രനിട്ട് ഞെരുക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ, കൃഷ്ണദാസ് ഉൾപ്പെടെ, രാജഗോപാൽ ഉൾപ്പെടെ പഴയ തലമുറയെ ഞെരുക്കിയിട്ട് അത് മുഴുവൻ RSSനെയും കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് RSSൻ്റെ നേതൃത്വത്തിൽ BJPയെ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾക്കെതിരായി എങ്ങനെ പണി കൊടുക്കാമെന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ശോഭാ സുരേന്ദ്രൻ പാർട്ടി വിട്ടു പോകുമെന്ന് പറഞ്ഞു. നേരത്തെ നമ്മുടെ അവരുടെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അദ്ദേഹം ദളിത് ശാക്തീകരണത്തിന് എതിരാണ് പാർട്ടിയെന്ന് PM വേലായുധൻ പറയുകയുണ്ടായി. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ബഹിസ്ഫുരണമാണ് ഇപ്പോൾ രാജഗോപാൽ നടത്തിയ ഈ നീക്കമുണ്ടല്ലോ. ഈ നീക്കം കൃത്യമായിട്ട് സുരേന്ദ്രനെതിരായിട്ടുള്ള നീക്കമാണ്. ഇനി ഒരുപക്ഷെ രാജഗോപാൽ കൃഷിക്കാരന് വേണ്ടിയിട്ടാണ്, കേരളത്തിൻ്റെ പൊതുമനസ്സിനോടൊപ്പം നിന്നതാണ് എങ്കിൽ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ കൃഷി വകുപ്പിനെതിരായി അല്ലെങ്കിൽ കാർഷിക നിയമത്തിനെതിരായിട്ടാണ് നിന്നെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. സ്വാഗതം ചെയ്യപ്പെടേണ്ടത് മാത്രമല്ല, ആർജവം ഉണ്ടെങ്കിൽ അദ്ദേഹം പുറത്തിറങ്ങി വന്നത് പൊതുസമൂഹത്തിന് മുമ്പിൽ അത് പറയുകയും വേണം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകളെയല്ല, അദ്ദേഹം മോദി സർക്കാരിനെതിരാണ് എന്ന് വരുത്തിയത് ശരിയല്ല എന്ന ഒരു തിരുത്തൽ ആയിട്ടാണ് അദ്ദേഹം ഷഫീർ തന്നെ പറയുന്നു ഇത് സുരേന്ദ്രൻ അടക്കമുള്ള ഒരു വിഭാഗത്തിനെതിരായ കൊട്ടാണ് രാജഗോപാൽ കൊടുത്തതെന്ന്. പിന്നീട് എങ്ങനെയാണ് അത് സംഭവം? നരേന്ദ്രമോദി സർക്കാരിനെതിരായി തന്നെയല്ലേ വോട്ട് ചെയ്തിരിക്കുന്നേ? നരേന്ദ്രമോദി സർക്കാരിനെതിരെ വോട്ട് ചെയ്താൽ നമുക്ക് ഗുണമല്ലേ, നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? നരേന്ദ്രമോദി രാജഗോപാലിന്റെ നീക്കം കേവലം ഗ്രൂപ്പാധിഷ്ഠിതമായ ഒരു തർക്കത്തിന്റെ പ്രതിഫലനം മാത്രമാണെന്ന് എങ്ങനെ ചുരുക്കി കാണുന്നത്? പ്രതിഫലനത്തിൽ നിന്ന് ഉടലെടുത്തതും കേരളത്തിന്റെ പൊതുമനസാക്ഷിയോടൊപ്പം താങ്കൾ തന്നെ പറയുന്നു മോദിയാണ് നിയമം കൊണ്ടുവന്നത്.
മോദിയുടെ നിയമത്തെയാണ് ഒ രാജഗോപാൽ എതിർത്തത്. അതുകൊണ്ട് അത് മോദിക്ക് ഉള്ള എതിർപ്പാണ് എന്ന് താങ്കൾ പറയുന്നു. അതേ താങ്കൾ തന്നെ പറയുന്നു ഇത് കക്ഷി രാഷ്ട്രീയമായ അവർക്കുള്ളിലുള്ള ഉൾപാർട്ടി സംഘർഷത്തിന്റെ ഉൾപാർട്ടി സംഘർഷത്തിൽ ഞെരുങ്ങി നിൽക്കുന്ന രാജഗോപാലും ടീമും നരേന്ദ്രമോദി സർക്കാരിനെതിരായി കൊണ്ടുവന്ന ഈ നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ നമ്മളോടൊപ്പം ഒരു പൊതുസമൂഹത്തിനോടൊപ്പം നിയമസഭയുടെ മുഴുവൻ സാക്ഷ്യത്തോടൊപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. ആ കാണുന്നത് കൊണ്ട് കാണേണ്ടത് ഇപ്പൊ നിങ്ങൾ ശിവശങ്കറിലൂടെ എന്താണ് ഒ രാജഗോപാലിന്റെ തന്ത്രം എന്ന് താങ്കൾ സൂചിപ്പിച്ചത്? അല്ല, ഞാനതിനകത്ത് കാണുന്നത് ഇപ്പൊ ശിവശങ്കരൻ തന്നെ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിനെ നിങ്ങൾ നോക്കിയോ, ഒരല്പം കൂടി കഴിയുമ്പോൾ ഒ രാജഗോപാലിനെ BJP എന്നവർ ചവിട്ടി പുറത്താക്കിയിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോ. കാരണം അവർക്കത് സഹിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വക്താവിൻ്റെ ട്വിറ്റർ കൊണ്ട് നമുക്കിപ്പോൾ കാണേണ്ടത്. ഒ രാജഗോപാലിനെതിരെ BJP വക്താവ് PR ശിവശങ്കർ നടത്തിയ ആ പ്രസ്താവനയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട്. ഭാവി രാഷ്ട്രീയം കൂടി അതിനകത്തുണ്ട്. ചർച്ചയാവുക തന്നെ. അതായത് ഇവിടെ ശ്രീ റജി ലൂക്കോസ്, ഇവിടെ ഷഫീർ സൂചിപ്പിച്ച കാര്യമുണ്ട്. ആദ്യം ഷഫീർ ഈ ഒ രാജഗോപാലിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ശരിയാണ്, അവരുടെ രാഷ്ട്രീയമായ നിലപാടുകളുടെ ഭാഗമായി രൂപം കൊള്ളുന്ന ടാക്ടിക്സ് ആയിരിക്കാം അദ്ദേഹം അവിടെ പ്രയോഗിച്ചത്. പക്ഷേ അവസാന ഘട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നു ഇത് ഒ രാജഗോപാലിൻ്റെ അടക്കമുള്ള ഒരു വിഭാഗത്തിൻ്റെ തന്ത്രമാണ്, നിലനിൽക്കുന്ന നേതൃത്വത്തെ അല്ലെങ്കിൽ അധികാരമുള്ള BJPയുടെ തന്നെ നേതൃത്വത്തെ എതിർക്കാനുള്ള ചില ഭാഗങ്ങളുടെ പ്രതിഫലനമാണ് എന്ന്. എങ്ങനെയാണ് അതിനെ കാണേണ്ടത് ശ്രീ? അതായത് അതായത് ഈ BJP രാഷ്ട്രീയത്തിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതിഫലനമാണെന്ന് ചുരുക്കി കാണുന്നത് PR ഷഫീറിന്റെ മനസ്സ് എനിക്ക് അത്ഭുതപ്പെടുത്തുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നത് സംസ്ഥാനത്ത് ഇപ്പൊ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവർ കോൺഗ്രസുകാരും BJP തമ്മിലുള്ള ഔദ്യോഗിക തലത്തിലുണ്ടായിരുന്ന അഡ്ജസ്റ്റ്മെന്റിനെ അദ്ദേഹത്തിന് എന്താ പറയാ, അതിനെ വെള്ളം പൂശാൻ വേണ്ടിയിട്ട് ഔദ്യോഗികപരമായിട്ടുള്ള ഔദ്യോഗിക BJP പക്ഷത്തിനെ പിന്താങ്ങിക്കൊണ്ടുള്ള ഈ ഷഫീറിന്റെ ഈ സംസാരം എന്നെ അത്ഭുതപ്പെട്ടു. കാരണം ഷഫീർ പൊതുവെ വളരെ മിടുക്കനായിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതല്ല, ഷഫീർ ആദ്യം പറഞ്ഞതിൽ നിന്നും നേരെ തിരിച്ചു പറയുവാണ് ഗ്രൂപ്പ് വൈരാഗ്യത്തിന് വേണ്ടി പറഞ്ഞാണത്. അതല്ല ഷഫീറെ, ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള ഒരു മറുപടിയാണ് പ്രവർത്തിയാണ് എന്ന് ചെയ്തിരിക്കുന്നത്. ഒരു തർക്കമില്ല. നരേന്ദ്രമോദി ഒരുപക്ഷെ ഷഫീറിന് പേടിയാണ്. കാരണം എന്താണെന്നറിയാൽ, ഏതെങ്കിലും തരത്തിൽ ഒ രാജഗോപാലിനെ പിന്തുണച്ചു, അങ്ങനെ BJPയോട് ഇവരുടെ നേതാക്കന്മാരൊക്കെ അങ്ങനെ BJP പക്ഷത്തേക്ക് പോകുന്നു എന്നൊരു ആരോപണം ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞു പോയാലോ എന്ന പേടിയായിരിക്കും ഒരുപക്ഷെ ഷഫീറിനെ കൊണ്ട് അത് പറയിച്ചത്. അല്ലേ റജി? തീർച്ചയായിട്ടും. എന്താ സംശയിക്കുന്നത്, BJP ആയിട്ടുള്ള ഒരു അന്തർധാര എന്താണെന്നുള്ള ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ വ്യക്തമായത് തന്നെയല്ല. അതിനകത്ത് വേറെ മറുപടിയുണ്ട്. ഒ രാജഗോപാൽ നട്ടല് കാണിച്ചെങ്കിൽ ഇതിനല്ല. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷത്തിന്റെ ദയനീയമായ പരാജയം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രഖ്യാപിതമായ ഒരു വാക്കുണ്ട്. അതായത് സ്വർണത്തിനും സ്വപ്നയ്ക്കുമെതിരെ പ്രതിപക്ഷം ഓടിക്കൊണ്ടിരുന്നപ്പോൾ കേരള സർക്കാർ വികസനത്തിനുമായിട്ട് മുന്നോട്ട് പോയെന്ന് പറഞ്ഞ ഒ രാജഗോപാലിൽ നിന്ന് മറക്കരുത്. അത് PR ഷഫീർ മറക്കരുത്. അതുകൊണ്ട് ഔദ്യോഗിക പക്ഷത്തിൽ സൂചിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഷഫീർ ശ്രമിക്കണ്ട. ഞാൻ നിങ്ങളുടെ ദേശീയ നേതാവിനെ കുറിച്ച് വാക്ക് പറയാൻ അനുവദിക്കണം. അതായത് ഇന്ത്യൻ പാർലമെന്റില് CA എന്ന് പറയുന്ന പൗരത്വ ഭേദഗതി കാടത്ത നിയമം അവതരിപ്പിച്ചപ്പോൾ അന്നേ ദിവസം തന്നെ ദക്ഷിണ കൊറിയയ്ക്ക് പറഞ്ഞു ഈ പറയുന്ന ഇവരുടെ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്ററി മെമ്പർമാരുമായിട്ട് 8 ദിവസം കഴിഞ്ഞാ തിരിച്ചു വന്നത്. ദേശീയ തലത്തിൽ മാധ്യമങ്ങളും മറ്റു കക്ഷികളും അപലപിച്ചതിനേട്ട ഈ മനുഷ്യൻ തിരിച്ചു വന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ഈ MP സഹിതമുള്ളവര് ഡൽഹിയിൽ ഈ കർഷക സമരം പ്രഖ്യാപിച്ച് ഡൽഹിയിൽ കർഷകർ സമരം ആരംഭിച്ചതിന്റെ 8ാമത്തെ ദിവസമാണ് ഈ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ നിന്ന് ഒരു പ്രതികരണം വന്നത്. അത് രാഹുൽ ഗാന്ധി ഒരു ട്വീറ്റാ ചെയ്തത്. കേന്ദ്ര സർക്കാർ ഈ സമരം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് മാത്രം. അതുകൊണ്ട് ഈ സമരത്തിൽ നിങ്ങളുടെ തന്നെ നയമാണ്. നിങ്ങളുടെ പ്രകടനപത്രത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല, ഇത് തന്നെയായിരുന്നു നിങ്ങളുടെ പ്രകടനപത്രത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ BJPയെ വിമർശിക്കാനും BJPക്ക് ഇതിന് നട്ടല് നിങ്ങൾ ചരിത്രത്തിലില്ല. തന്നെയല്ല നിങ്ങളുടെ നേതാവ് ഇപ്പൊ എവിടെയാ? ഈ ലക്ഷക്കണക്കിനായിട്ടുള്ള ഇന്ത്യയിലെ കർഷകര് ഡൽഹിയുടെ പാർത്തപ്രദേശങ്ങളിൽ തമ്പടിച്ച് ഈ കൊടുത്തടുപ്പത്ത് അവരവിടെ 32 കർഷകർ മരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ നേതാവ് എവിടെയാ? നിങ്ങളുടെ നേതാവ് ഇറ്റലിക്ക് മുങ്ങി. എന്ത് പ്രതിബദ്ധതയാണുള്ള നിങ്ങൾക്ക് ഈ രാജ്യത്തിനോട്? എന്ത് വിധേയത്വമാണ് നിങ്ങൾക്ക് BJPയോട് ഉള്ളതെന്നാണ് ഞാൻ ചോദിക്കാനുള്ളത്. അത് വളരെ കൃത്യമല്ലേ? അതാണ് പറയുന്നത്. റജി ലൂക്കോസ് ഉൾപ്പെടെ സമ്മതിക്കണത് അറിയോ? രാഹുൽ ഗാന്ധി വരൂ, ഏറ്റെടുക്കൂ ഈ സമരം. ഇന്നത്തെ ചർച്ചയിൽ നടത്താൻ രാഹുൽ ഗാന്ധി തന്നെ മുമ്പ് നിൽക്കണം. ഇപ്പൊ ഒരു സ്ഥാനവും വഹിക്കാത്ത രാഹുൽ ഗാന്ധി തന്നെ മുമ്പ് നിൽക്കണമെന്ന് റജി ലൂക്കോസ് ഉൾപ്പെടെയുള്ളവരുടെ ആഗ്രഹമാണ്. ഞങ്ങൾ അറിയിക്കാൻ കേട്ടോ, നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ദേശീയ പ്രസിഡന്റ് ഉണ്ടോ? പിന്നെ ഞങ്ങൾ ആരെ വോട്ട് ചെയ്യും? നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ദേശീയ പ്രസിഡന്റ് ഉണ്ടോ? ഞങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് തീരുമാനിക്കുന്നത് നിങ്ങളാണോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്
ഞങ്ങളല്ല, ഇന്ത്യൻ നാഷണൽ നിങ്ങൾക്ക് ഒരു കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ഉണ്ട്, പ്രസിഡന്റ് ഉണ്ടോ? പാർലമെന്ററി പാർട്ടിക്ക് നിങ്ങളുടെ നേതാവുണ്ട്. വ്യക്തമായിട്ടുള്ള നയങ്ങൾ പറയാനുണ്ട്. ഈ രാജ്യത്ത് ഒരു ദേശീയ പ്രസിഡന്റ് ഉണ്ടോ? ഇല്ല. ശരി, രാഹുൽ ശരി, ഗാന്ധി ശരി. നിങ്ങളെ പാർട്ടിയിൽ ആരുമല്ലേ? ഞാൻ കെ കെ നിങ്ങൾക്ക് പ്രാധാന്യമില്ല രാഹുൽ ഗാന്ധി. ഞാൻ കെ കെ രാഗേഷിലേക്ക് പോവുകയാണ്. ചർച്ച തീരാൻ സമയമായി. ശ്രീ കെ കെ രാഗേഷ്, രണ്ട് കാര്യങ്ങളിൽ താങ്കൾ ഒരു പ്രതികരണം നൽകണം. നേരത്തെ ചില രാഷ്ട്രീയമായി താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക്, ഷഫീർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ ഒരു കാര്യം. രണ്ട്, ഇവിടെ ഒ രാജഗോപാൽ BJPയുടെ ഏക അംഗം കേരളത്തിൻ്റെ ഈ പൊതുവികാരത്തിന് ഇടങ്കോലിടാതെ നിന്ന രാഷ്ട്രീയ സമീപനം, അദ്ദേഹത്തെപ്പോലെ ഒരു മുതിർന്ന നേതാവിനെ ലക്ഷണപ്പിശക് എന്ന് പോലും BJPയിലെ ഒരു യുവ അംഗം പറയുന്നതിലേക്ക്, അല്ലെങ്കിൽ ശിവശങ്കർ പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നത് താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹത്തെ ലക്ഷണപ്പിശകാണെന്ന് പറയുന്നു. മറ്റൊരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യത്തെ ശ്രീരാമനും ശ്രീകൃഷ്ണനും എന്ന് പറഞ്ഞ് പേരിനെ ഉപമിച്ച് കാവ്യാത്മകമായി സംസാരിച്ചതിനെ പോലും എടുത്തിട്ടാണ് വിമർശിക്കുന്നത്. കൃത്യമായി ഒ രാജഗോപാലാണ് എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഒ രാജഗോപാലിൻ്റെ ഈ നീക്കത്തെ എങ്ങനെയാണ് കാണേണ്ടത് എന്നതടക്കമുള്ള രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടി പെട്ടെന്ന് ശ്രീ കെ കെ രാഗേഷ്. തീർച്ചയായും രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയാം. ഒന്നാമത് ഈ കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ ഷഫീർ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ BJPക്കെതിരായിട്ട് ഒരു അക്ഷരം ഉരിയാടാത്തവരാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ. ഇവിടെയും BJPക്കെതിരായിട്ട് അവരൊന്നും പറയുന്നത് കണ്ടിരുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം BJPക്കെതിരായിട്ടൊക്കെ പറയാൻ വേണ്ടി അവരുടെ നാക്ക് ഇങ്ങനെ ഉയരാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അതിന് അങ്ങേക്ക് നല്ല നമസ്കാരം. ഇപ്പോഴെങ്കിലും അങ്ങേക്ക് തോന്നിയല്ലോ BJPക്കെതിരായിട്ടൊക്കെ സംസാരിക്കണമെന്ന്. ഇനി ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാടുൾപ്പെടെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് സംബന്ധിച്ച് എൻ്റെ വിമർശനം എന്താ? ഞങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പാർട്ടിയൊന്നുമല്ല, ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ്. കിസാൻ സഭ വലിയ പ്രസ്ഥാനമൊന്നുമല്ല, ചെറിയ പ്രസ്ഥാനമാണ്. പക്ഷേ ഒരു മുഖ്യ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ആ മുഖ്യ പ്രതിപക്ഷം എടുക്കേണ്ട ചുമതല കോൺഗ്രസ് എടുക്കുന്നുണ്ടോ? ഒരു സീസൺഡ് പൊളിറ്റീഷ്യനായിട്ടാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ BJPക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനകീയ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്നത്, BJPയെ പരാജയപ്പെടുത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ദൗർബല്യമല്ലേ? മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിൻ്റെ ദൗർബല്യമല്ലേ? അത് ബീഹാറിൽ നമ്മൾ കണ്ടതല്ലേ? അത് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നമ്മൾ കണ്ടല്ലേ? BJPയെ തോൽപ്പിക്കാൻ വേണ്ടി എതിർപക്ഷത്ത് കോൺഗ്രസ്സാണ് നിൽക്കുന്നതെങ്കിൽ ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നില്ലേ? കോൺഗ്രസിനെ ആളുകൾ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. അതായത് ഉദാരവൽക്കരണ നയം വളരെ ഗംഭീര നയമാണെന്ന് അങ്ങ് വീണ്ടും ആവർത്തിക്കുകയാണ്. ആ നയമാണ് രാജ്യത്ത് 4 ലക്ഷം കർഷകരെ കൊന്നുകളഞ്ഞത്. ഓർക്കണം, അത് തെറ്റാണ് എന്ന് തുറന്നു പറഞ്ഞത് തിരുത്താൻ കോൺഗ്രസ് തയ്യാറുണ്ടോ? അതോടൊപ്പം തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരു പ്രതിനിധികൾ പോലും പിൻവാങ്ങുന്നു. ചാനൽ ചർച്ച ചെയ്യുന്നത് കൈരളി ന്യൂസിൽ മാത്രമല്ല, മറ്റുള്ള ചാനലിൽ അടക്കം പിൻവാങ്ങും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എനിക്ക് മറ്റുള്ള ചാനലിൽ ഇപ്പോൾ കാണാനാകില്ല. പക്ഷേ അതിനോടുള്ള താങ്കളുടെ പ്രതികരണം കൂടി. രാജഗോപാലിന്റെ തീർച്ചയായിട്ടും ശ്രീ രാജഗോപാലെടുത്ത സമീപനം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരല്പമെങ്കിലും ഒരു ഗഡ്സ് ഉണ്ടെങ്കിൽ, അല്പമെങ്കിലും, വലിയ ഗവൺമെൻറ്റാണ് കേന്ദ്ര സർക്കാർ എന്നല്ലേ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ രാജഗോപാലിനെ ഇപ്പോൾ പുറത്താക്കാൻ തയ്യാറുണ്ടോ? രാജഗോപാൽ എടുത്ത സമീപനം നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്ന സമീപനമാണ്. നരേന്ദ്രമോദി ഇന്നലെയും മിനിഞ്ഞാന്നും പറഞ്ഞ നിലപാടിനെതിരായിട്ടാണ് രാജഗോപാൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ പ്രമേയത്തെ അനുകൂലിക്കുക എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 3 കർഷക വിരുദ്ധ നയങ്ങളെയും BJPയുടെ ഒരു MLA, കേരളത്തിലെ ഏക MLA എതിർത്തിരിക്കുന്നു. അപ്പോൾ BJPയുടെ ഏക MLA കേരളത്തിൽ എതിർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കേന്ദ്ര ഗവൺമെന്റിന് നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ നയത്തെ എതിർത്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കർഷകര് ഭീകരന്മാരുടെ സമരമാണ്, അല്ലെങ്കിൽ തീവ്രവാദികളുടെ സമരമാണ്, കമ്മ്യൂണിസ്റ്റ് സമരമാണ്, ഇടതുപക്ഷ സമരമാണ് അല്ല. നിങ്ങളുടെ MLA ഉൾപ്പെടെ എതിർക്കുന്നു, നിങ്ങളുടെ MP-യും കഴിഞ്ഞ ദിവസം രാജിവെച്ചതായി പ്രഖ്യാപിക്കുന്നു. അതാണ് അങ്ങ് മനസ്സിലാക്കുന്നത്. ശ്രീരാകേഷ്, ഞാൻ സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. എന്തായിരുന്നാലും കർഷക സമരത്തിന് പുതിയ രാഷ്ട്രീയ ദിശയാണ് കേരളത്തിൻ്റെ ഈ പ്രമേയം നൽകുന്നത്. എല്ലാ അർത്ഥത്തിലും അതിൻ്റെ വിവിധ കോണുകളാണ് നാം പരിശോധിച്ചത്. ഇനി എങ്ങനെയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകും.